ഹരേ കൃഷ്ണ. എനിക്ക് ലൈവിൽ എത്ര പേരുണ്ടെന്ന് ഇവിടെ കാണുന്നില്ല സാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ക്ലാസ് എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നു. ഒന്ന് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, രണ്ട് ജോലിയുടെ തിരക്ക്. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ പൊങ്കൽ ആശംസകൾ. ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ വിപുലമായ രീതിയിൽ തന്നെ പൊങ്കൽ ആഘോഷിക്കപ്പെടുന്നു. വളരെ സന്തോഷകരമായ നിമിഷമാണ് പൊങ്കൽ എന്ന് പറയുന്നത്. ദേവി ഉപാസകർക്ക് വളരെ സന്തോഷവും സമാധാനവും തരുന്ന സമയമാണ്. കാമാക്ഷി ദേവിക്കും അന്നപൂർണേശ്വരി ദേവിക്കും എല്ലാം തന്നെ പൊങ്കൽ വളരെ സന്തോഷമാണ്. അപ്പം പൊങ്കലിൻ്റെ എന്താ പറയുക, വിശേഷങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. കുറേ കഥകൾ അതിൻ്റെ ബാക്കിലുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആയിട്ട് ഞാൻ ഇട്ട് തരാം സമയം പോലെ. അപ്പോൾ നമ്മൾ ഗീതാ പഠനമാണ്. ഓക്കെ, എത്ര പേര് ലൈവിൽ വന്നു എന്നൊന്ന് കമൻറ്റ് ഇടാവും. ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഇട്ടാൽ മതി. ഓ, മുജീബ് രാവിലെ തന്നെ വന്നിട്ട് ട്രെയിനിലെ പ്രശ്നമൊക്കെ തീർന്നു, ചേച്ചിയുടെ ഒറ്റ വീഡിയോ കൊണ്ട് ഒരുപാട് ലാഭം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. മുജീബിനെ ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ലാഭം എണ്ണാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. അറിഞ്ഞില്ല, അത്രയും വലിയ മഹാൻ നമ്മുടെ ലൈവിൽ കയറിയല്ലോ. അത് വലിയ സന്തോഷം. ഞാനിട്ട റെയിൽവേ വീഡിയോ കൊണ്ട് ഒരുപാട് ലാഭം കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ടെന്നാണ് മുജീബ് പറയുന്നത്. അപ്പം മുജീബിനെ കേരളത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി ലാഭമൊക്കെ കണക്ക് കൂട്ടി ഇപ്പം നമ്മുടെ ലൈവിൽ അത് ഇൻഫോം ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. മഹാനുഭവന് ഒരുപാട് നന്ദി കേട്ടോ. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അതിനെ തെറ്റായ രീതിയിൽ കാണുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും നല്ല സല്യൂട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അവരാണ് ഇങ്ങനെയുള്ള ഏറ്റവും എന്താ പറയുക, സുരക്ഷിതത്തിന് തന്നെ തടസ്സം നിൽക്കുന്നത്. എന്തായാലും മുജീബിനെ കേന്ദ്ര ഗവൺമെൻറ് ലാഭം കണക്കാക്കാൻ വിളിച്ചത് വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ നിന്ന്. എത്ര പേര് വന്നു നമ്മുടെ ലൈവില്? ആരെങ്കിലും ഒന്ന് കമന്റ് ഇടുകയാണെങ്കിൽ, മെസ്സേജ് ഇടുകയാണെങ്കിൽ. നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, എനിക്ക് കാണുന്നില്ല എത്ര പേര് എത്തി എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ ലൈവിന്റെ ലിങ്ക് പോസ്റ്റ് ആവുന്നത്. ഞാനുണ്ട്. നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്, കാണുന്നില്ല ലൈവ്. ശിവപൊന്നൻ പ്രഭു, അങ്ങയുടെ അമ്മ സുഖമായിരിക്കുന്നു? ഞാനും ഉണ്ട്. രാജേഷ് പ്രഭു, എനിക്ക് കാണാൻ മേല. അപ്പം നെറ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നു. തുറന്നു വെച്ച നെറ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നുണ്ടല്ലേ? അതല്ല, മെയിൻ ഡോർ. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് കാണാൻ പറ്റാത്തത്. സാരമില്ല, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നലെ വളരെ എന്താ പറയുക, വലിയ ഒരു ദിവസമായിരുന്നല്ലേ മകരവിളക്ക്. എത്ര പേര് കണ്ടു മകരവിളക്ക്? മകരവിളക്ക് എത്ര പേര് കണ്ടു? ജയശ്രീ, രാധേ രാധേ. എത്ര പേര് മകരവിളക്കൊക്കെ കണ്ടു? മനുഷ്യ ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്താണ് കൂടുതൽ അറിയുന്നത്? ഗീതാ പഠനത്തിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. മനുഷ്യ ജന്മത്തെ കുറിച്ചും ജീവിതത്തിന്റെ ഓരോ പടികളെ കുറിച്ചും ഒക്കെ പഠിച്ചു. അപ്പൊ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് മാതാജി തത്വമസി എന്ന്. ഞാനും വന്നു, ഞാനും കണ്ടു. നമുക്ക് നേരിട്ട് പോയി കാണാനുള്ള ഭാഗ്യമൊന്നും ഇല്ല. ഇനി കുറെ വർഷമൊക്കെ കഴിയുമ്പം അവിടെ ആ ഒരു പുണ്യമായ ഭൂമിയിൽ സ്ത്രീകൾക്ക് കാലുകുത്താനുള്ള നിയമങ്ങളെല്ലാം നമുക്ക് അനുകൂലമാവുന്ന സമയത്ത് നമുക്ക് പോകാം. കാരണം നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ പൈതൃകങ്ങളും എല്ലാം നമ്മൾ അതേപടി സൂക്ഷിക്കണം, അല്ലേ? എനിക്ക് തോന്നുന്നു, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് കൗൺസിലറിൻ്റെ അവിടെയാണോ, അവിടെ ഇങ്ങനെ വൈറ്റ് ഹൗസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
അവിടെ പാർലമെന്റ് മീറ്റിംഗ് അങ്ങനെയുള്ള അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അങ്ങനെ കൂടുന്ന സമയത്ത് എന്താ പറയാ, ഇപ്പോഴും സ്റ്റിൽ ഈ സമയത്തും അവര് ഒരു റാന്തൽ വിളക്ക് എന്ന് പറയില്ലേ, ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്ന റാന്തൽ വിളക്ക്, ആ റാന്തൽ വിളക്ക് പിടിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷ് ജനതയിൽ കുറച്ച് പേര്, അവിടെ നിയോഗിക്കപ്പെട്ട കുറച്ച് ആൾക്കാർ ആ റാന്തൽ വിളക്ക് പിടിച്ചുകൊണ്ട് ഇപ്പോഴും ആ ഒരു എന്താ പറഞ്ഞ ഇത് നമ്മുടെ ആ ബിൽഡിങ്ങിന് ചുറ്റും ഇങ്ങനെ നടക്കൂത്രേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? റാന്തൽ വിളക്ക് പോലത്തെ ഒരു ഈ മണ്ണെണ്ണ വിളക്ക് പോലത്തെ ഒരു വിളക്ക് പിടിച്ചുകൊണ്ട് ഇപ്പോഴും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവിടെ മീറ്റിംഗ് കൂടുന്ന സമയത്ത്, വൈറ്റ് ഹൗസ് ആണോ എന്താണെന്നുള്ളത് കുറെ മുമ്പേ വായിച്ചതാണ്, ഞാനത് പറഞ്ഞുതരാം കൃത്യമായിട്ട്. അവരിങ്ങനെ 3 വട്ടം ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യൂത്രേ. അപ്പം സുഖമായോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായി വരുന്നു. ഇന്നലെയൊക്കെ കുറച്ചധികം പെയിൻ ആയിരുന്നു, വീണ്ടും അത് രണ്ടാമതും അതൊന്ന് പൊട്ടി. നിങ്ങൾ ഇന്നൊരു 2:30 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനിരിക്കണം. പക്ഷെ ഇപ്പൊ പെയിനൊന്നുമില്ല, ഇന്നലൊക്കെ നല്ല പെയിൻ ആയിരുന്നു, അതാ ക്ലാസ് എടുക്കാത്തത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോഴും ഈ ഒരു 2025-ലും ഈ വിളക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആ ബിൽഡിങ്ങിന് ചുറ്റും നടക്കൂത്രേ ഒരു 3 പേര്, അവര് മീറ്റിംഗ് കൂടുന്നതിന് മുൻപ്. അപ്പോൾ അതൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ 2025-ല് ഇലക്ട്രിക് സംവിധാനങ്ങളും ക്യാമറകളും എല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് അവർ അങ്ങനെ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും ഇങ്ങനെ ഒരു മണ്ണെണ്ണ വിളക്ക് പോലത്തെ വിളക്കും പിടിച്ചുകൊണ്ട് 2-3 പേര് അവിടെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോഴും ചുറ്റുന്നത്? ആ ബിൽഡിങ് 3 പ്രാവശ്യമോ 6 പ്രാവശ്യമോ ഒക്കെ ഇങ്ങനെ അവർ ആ വിളക്കും പിടിച്ച് ചുറ്റും അത്രേ. അത് അവരനുഷ്ഠിച്ചു വന്ന ഒരു പാരമ്പര്യമാണ്. അതായത് പണ്ട് കാലത്ത്, അതിന്റെ ശാസ്ത്രവശം എന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങളില് അവിടെ ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വല്ല മീറ്റിംഗ് കൂടുന്ന സമയത്ത് വല്ല കള്ളന്മാരോ വല്ല ഇഴജന്തുക്കളോ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആ മീറ്റിംഗ് കൂടുന്ന ബിൽഡിങ്ങിന്റെ ചുറ്റും ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നറിയാനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ പാർലമെന്ററി മീറ്റിംഗ് കൂടുന്ന സമയത്ത് 2-3 ഈ ഭടന്മാരെ പോലെയുള്ളവരെ നിയോഗിച്ചുകൊണ്ട് ഒരു റാന്തൽ വിളക്കും പിടിച്ചിട്ട് അവർ ആ ബിൽഡിങ്ങിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം പോലെ വെച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ല? ഒരു സുരക്ഷിതത്വം മുൻകരുതൽ എടുത്തിട്ട്. എന്നാൽ ഇന്നിപ്പം അങ്ങനെ ഒരു സുരക്ഷിതത്വത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ക്യാമറ ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, അല്ലെ? എന്നിട്ടും അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് അവരനുഷ്ഠിച്ചു വന്നിരിക്കുന്ന ആ കർത്തവ്യങ്ങൾ, ആ കടമകൾ അവരത് തെറ്റാതെ ചെയ്യുന്നു. അവർക്ക് വേണമെങ്കിൽ പറയാലോ, ഇപ്പൊ ലൈറ്റായി, എന്താ പറയാ, വെളിച്ചമായി, ഇലക്ട്രിസിറ്റി വന്നു, അല്ലെ ക്യാമറകൾ വന്നു, ഇനിയും ഈ വിളക്കും പിടിച്ചോണ്ട് ഈ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ ആചാരത്തെ എടുത്ത് മാറ്റിക്കളയാം. പക്ഷെ അവരത് മാറ്റിക്കളയാതെ ഇന്നും അവരത് തുടരുന്നുണ്ടെങ്കിൽ അവരുടെ പുരാതനമായിരിക്കുന്ന പൗരാണികർ അവർ ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങൾക്ക് ഒരു തെറ്റുകൂടാതെ അത് വീണ്ടും അനുഷ്ഠിക്കുക എന്ന അവരുടെ ഒരു ഉത്തമമായ ധാർമ്മിക ബോധമാണ് നമ്മൾ അതിൽ നിന്ന് കാണുന്നത്. അപ്പോ നമ്മുടെ സംസ്കാരത്തിനും അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പഴക്കമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ പൗരാണികർ തുടങ്ങി വെച്ച പല നിയമങ്ങളുമുണ്ട് നമ്മുടെ ക്ഷേത്രാചാരങ്ങളില്. ആ ക്ഷേത്രാചാരങ്ങൾ നമ്മളും തെറ്റിക്കാതെ നോക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. മനസ്സിലാവുന്നുണ്ടല്ലേ? പക്ഷെ ഇന്ന് നമ്മുടെ പല പല നിയമങ്ങളെയും പുതുതലമുറ കുറെ എന്താ പറയാ അന്ധവിശ്വാസത്തെ പിന്തുടരുന്നവര് കാലം മാറി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാണ്. തെറ്റാണ്. കയറരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറരുത്. ഇവിടെ കയറാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണ് കാണിക്കുന്നത്. പിന്നെ 2 വിഭാഗത്തിന്റെ ആവശ്യമില്ലല്ലോ. എൻ്റെ ഒരു ചെറിയ സംശയങ്ങളാണ് കേട്ടോ. എങ്കിൽ പിന്നെ സ്ത്രീന്റെയും പുരുഷന്റെയും വ്യത്യാസമില്ലല്ലോ. ഒരു വർഗത്തെ സൃഷ്ടിച്ചാൽ പോരെ ഭഗവാൻ എന്തിന് ആൺ പെൺ എന്ന വേർതിരിവിൽ സൃഷ്ടിച്ചു എന്നും കൂടി നമ്മൾ ആലോചിക്കണം. സ്ത്രീക്ക് സ്ത്രീയുടേതായ പരിമിതികളുണ്ട്, പുരുഷന് പുരുഷൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് പരസ്പരം ബഹുമാനിച്ചും എന്താ പറയാ ശ്രദ്ധിച്ചും നമ്മൾ ചെയ്യണം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ അങ്ങ് ചന്ദ്രനിൽ വരെ എത്തി, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങ് എവറസ്റ്റ് കീഴടക്കി എന്ന് പറയുമ്പം അത് എല്ലാ സ്ത്രീകളെ കൊണ്ടും നടക്കുന്ന കാര്യമല്ല. കോടികളിൽ 10-12 പേർക്ക് നടക്കുന്ന കാര്യമാണ്. എല്ലാ സ്ത്രീകൾക്ക് അതിന് മനസ്സും ഉണ്ടാവില്ല.
പക്ഷേ പുരുഷന്മാർക്ക് പലരും പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് സാധിക്കും. നമ്മൾക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് പരിമിതികളുണ്ട്, ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ സൗഹൃദം, ഇതൊക്കെയാണ് നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യം. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 2025 എന്നും പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം എന്ന ഭാവത്തിൽ ഒരു സ്ത്രീയും ജീവിക്കരുത് എന്നാണ് എൻ്റെ ഒരു എളിയമായ അഭിപ്രായം. അതിലൊക്കെ ഒരു ഡിസിപ്ലിൻ, ഒരു ഭംഗി, ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ അണിയുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നമ്മളുടേതായ കുറേ ആലങ്കാരികത നിറഞ്ഞ മേക്കപ്പോ ഒന്നുമല്ല. നമ്മളുടെ എന്താ പറയാ, നമ്മുടേതായ ഒരു അച്ചടക്കം, സ്നേഹം, ബഹുമാനം, കരുണ, ദയ, ഒരു ലാളിത്യം, ഇതൊക്കെയാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു പുരുഷൻ അത് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ചെയ്താൽ എന്താണ്, ഞാനും ചെയ്യും എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളല്ല സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ജരീസ് കുടുംബത്തിലെ എല്ലാവരും തന്നെ സ്ത്രീ സൗന്ദര്യം എന്താണ് സ്ത്രീയുടെ ഭാവം, അല്ലെങ്കിൽ സ്ത്രീയുടെ ആ ഒരു എളിമ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ സൗന്ദര്യത്തെ നിലനിർത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത് ലൈവ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. ഇത് 2025 ഒരു പുരുഷൻ ചെയ്യുന്ന ഞങ്ങൾക്ക് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നമ്മുടേതായ ഒരു സൗന്ദര്യമില്ലേ, ആ സൗന്ദര്യം നമുക്ക് അങ്ങനെ സൂക്ഷിക്കാമല്ലേ. പുരുഷനെ ബഹുമാനിച്ചും സ്നേഹിച്ചും എന്താ പറയാ അനുസരിച്ചും നിശബ്ദതയോടുകൂടി നമുക്കങ്ങനെ. ബിന്ദമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നടുവാതക്കൽ ഇരിക്കരുത് എന്ന്, 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യരുത്, നീ വാതിൽപ്പടി അല്ലാതെ വേറെ എവിടെയും കാണുന്നില്ല ഇരിക്കാൻ. അപ്പോ നമ്മള് അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കാം. നമ്മുടേതായ കുറെ സംസ്കാരങ്ങൾ, നമ്മുടേതായ കുറെ പഴകിയ ചിന്താഗതികൾ, അങ്ങനെ തന്നെ പറയട്ടെ, പഴകിയ ചിന്താഗതികൾ, പഴക്കം കൂടുന്തോറും വീര്യം കൂടുന്നതാണ്. അങ്ങനെയുള്ള എന്താ പറയാ ചിന്താഗതികൾ, ഇതൊക്കെ നമ്മൾ നിലനിർത്തണം. മനസ്സിലായോ? നമ്മളല്ലാതെ ആരാണ് നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കാനുള്ളത്? നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പാടില്ല അല്ലെങ്കിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന് തന്നെ വെക്കണം. ഇപ്പോഴും എൻ്റെ തറവാട് ക്ഷേത്രത്തിൽ ഒരു ഭാഗത്തേക്ക് സ്ത്രീകൾ ആരും പ്രവേശിക്കില്ല. അതേപോലെ തന്നെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ. ശിവപൊന്നൻ പ്രഭു, അങ്ങയുടെ അമ്മ എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ആദരാഞ്ജലികൾ. ഞാൻ എന്നും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ശരി ആശാ മാതാജി, ഇന്നും പ്രാർത്ഥിച്ചു. അങ്ങ് 1.5 വർഷം മുമ്പ് എപ്പോഴാണോ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തത്, അന്ന് തൊട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ വിട്ടുപോയത് ഞാൻ അറിഞ്ഞില്ല. ആ പുണ്യാത്മാവ് വിഷ്ണുപാദത്തിൽ ലയിക്കട്ടെ. എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ആദരാഞ്ജലികൾ. അങ്ങ് എപ്പോഴും ലൈവിൽ കാണുമ്പോൾ ഞാൻ അമ്മയെ അന്വേഷിക്കാറുണ്ട്, അല്ലേ? അമ്മ സുഖമായിരിക്കുന്നു, അസുഖമായിരിക്കുന്നു. ഒരു മകൻ എന്ന നിലയ്ക്ക് അമ്മയോടുള്ള എല്ലാ കർത്തവ്യങ്ങളും അങ്ങ് ഭംഗിയായിട്ട് നിറവേറ്റി എന്നുള്ളത് എനിക്കറിയാം. 1.5 വർഷമായിട്ടുള്ള നമ്മളുടെ കോണ്ടാക്റ്റിലൂടെ എനിക്കതറിയാം. ഹരേ കൃഷ്ണ. നമ്മൾ ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലെ? ആരുമില്ലല്ലോ പുനർജന്മത്തിൽ വിശ്വസിക്കാത്തത്. എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പുനർജന്മത്തിൽ. അപ്പോൾ മനുഷ്യജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോരോ കടമകൾ നിറവേറ്റാനുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് കടമകളുണ്ട്. മക്കളോടുണ്ട്, സമൂഹത്തിനോടുണ്ട്, അച്ഛനമ്മമാരോടുണ്ട്, പ്രിയപ്പെട്ടവരോടുണ്ട്, അപരിചിതരോട് പോലും നമുക്ക് കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. എങ്ങനെയാണ്? ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാത്ത ഒരു വ്യക്തി നമ്മളെക്കാൾ മുതിർന്ന ഒരാളാണെങ്കിൽ, നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്കൊരു കുറച്ച് വെള്ളം വേണ്ടി വന്നു, അപ്പോൾ ആ ദാഹം മാറ്റേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായിരിക്കുന്ന ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും നിറഞ്ഞതാണ് എന്ത്? മനുഷ്യജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ ജീവിതം എടുക്കുകയാണെങ്കിലും, ഭഗവാന്റെ കൃഷ്ണനായി വന്നപ്പോൾ ഉള്ള ഭഗവാന്റെ ജീവിതം എടുക്കുകയാണെങ്കിലും, ഏത് ഒരു പുണ്യമായിരിക്കുന്ന അവതാരങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഓരോരോ കടമകൾക്കായിട്ട് അവതാരങ്ങൾ കൈക്കൊള്ളുന്നു.
ഓരോ കർത്തവ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവതാരങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ചിന്തിക്കുമ്പോൾ സീതാദേവി പോലും എന്താ പറയുന്നത് ഹനുമാൻ സ്വാമിയോട്? മനുഷ്യൻ അവനവന്റെ കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കണം, ഞാനും മറ്റുള്ളവരെ കൊണ്ട് കർത്തവ്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓരോരോ കർത്തവ്യങ്ങളുണ്ട്. ഈ ജന്മം എടുത്ത് ഈ ജന്മത്തിൽ കാണുന്ന ബന്ധുക്കളും ഈ ജന്മത്തിൽ കാണുന്ന സൗഹൃദങ്ങളും മാത്രമാണ് നമ്മുടെ ബന്ധുമിത്രാദികളെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം പുനർജന്മം സത്യമാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പുനർജന്മം സത്യമായ കാര്യം. കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്താണ് കടമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആ കടമകളെല്ലാം പൂർണ്ണതയിലേക്ക് എത്താതെ വരുമ്പോഴാണ് പുനർജന്മം ആവശ്യമായി വരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെ നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അമ്മയെ നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പം അവര് ഒരുമിച്ചിരിക്കാനുള്ള സമയങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഓമനക്കുട്ട, അപ്പൊ അങ്ങനെ പല 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 കടമകളുണ്ട് അല്ലെ. ഇപ്പോ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ കാണാറുണ്ട്, പ്രസവത്തോടു കൂടി ഒരു കുഞ്ഞ് മരിച്ചുപോയി. ആ അമ്മ എന്നും ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഞാൻ FB-യിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില പോസ്റ്ററുകൾ വരും, ഞങ്ങളെ കുട്ടി ഈ ഒരു മാസം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ജനിച്ച് ഇത്ര ദിവസമായപ്പോഴേക്കും, അല്ലെങ്കിൽ 10 വയസ്സായപ്പോഴേക്കും ഞങ്ങളുടെ കുട്ടി ഞങ്ങളെ വിട്ടുപോയി, ഈ ഫോട്ടോ ഇപ്പോൾ ഉള്ള ഏജിലേക്ക് മാറ്റി തരാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പോസ്റ്ററുകൾ. സിനിമാതാജി ഗ്രേറ്റ് സർവീസ്. അപ്പം ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അന്നേരം അവരുടെ മരണം വരെ ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ജന്മത്തിൽ ആ കുട്ടി അവർക്ക് പുനർജനിക്കുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതയാത്രയിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പം ഇങ്ങനെയും പിന്നെ ഭാര്യ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ ഭാര്യയെക്കുറിച്ച് ഓർത്ത് തന്നെ ഒരു പുരുഷൻ അങ്ങനെ ജീവിതം കംപ്ലീറ്റ് ചെയ്യാണ്. പിന്നീട് ഒരു ജന്മത്തിൽ അവർ തമ്മിൽ ഒരുമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥത്തോടു കൂടിയ ഒരു സത്യമാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹൈന്ദവ വിശ്വാസികൾ എപ്പോഴും എന്താണ്, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതാണ്. നമുക്ക് ചെയ്തു തീർക്കാനുള്ള എല്ലാ കർത്തവ്യങ്ങളും കടമകളും നമ്മൾ കൃത്യമായി ചെയ്തു തീർക്കുന്നുണ്ട്. മനുഷ്യായുസിനെ നമുക്ക് 6 പടികളായിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. എന്താണ് ഈ 6 പടികൾ എന്ന് പറയുന്നത്? 6 പടികളായിട്ട് നമ്മൾ മനുഷ്യ ആയുസിനെ തരം തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ പടി ഏതാണ്? പടിയാറും കടന്നു ചെന്നാൽ ശിവനെ കാണാം എന്ന് പറയുന്നുണ്ട്. 6 സ്റ്റെപ്പുകൾ കയറി ചെന്നിട്ട് മഹാദേവന്റെ ക്ഷേത്രത്തെ കാണുന്നതാണോ നമ്മൾ പറയുന്നത്? വൈക്കത്തപ്പന്റെ ഒരു പാട്ടിൽ പറയുന്നു, പടിയാറും കടന്നു ചെന്ന് ശംഭോ മഹാദേവ നിന്നെ കാണാൻ സാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല അതിന്റെ ലൈൻ, എങ്കിലും അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ 6 പടികൾ കയറി ചെന്നാൽ 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, 4 സ്റ്റെപ്പ്. കുഴപ്പമില്ല ബിജു ചേട്ടാ. 6 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഭഗവാനെ കാണാമെന്നാണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ആന്തരിക അർത്ഥമുണ്ടോ? ഗീതയിൽ നിന്ന് സ്കിപ്പാവുന്നില്ല കേട്ടോ. അപ്പൊ എന്താണ് പടി 6 കടന്നു ചെന്നാൽ ഭഗവാനെ കാണാമെന്ന് പറയുന്നത്? ആദ്യത്തെ പടി എന്താണ്? ആർക്കറിയാം? അത് ഗീതയുമായി ബന്ധപ്പെട്ടതാണ്, ഒരു ക്ലൂ ആണ് കേട്ടോ. ഗീതയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പടി എന്താണ്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ ആരംഭം എന്താണ്? മനുഷ്യജന്മത്തിന്റെ ആരംഭഘട്ടം എന്ന് പറയുന്നത് പരമാത്മാവിന്റെ അംശമാണ്. എന്ത്? പരമാത്മാവിന്റെ അംശം ഏതാണ്? അതെ, ശ്രീലത മാതാജി ഗ്രേറ്റ് സർവീസ്. എന്താണ് പരമാത്മാവിന്റെ അംശം? എന്താണ്? നമ്മൾ ഗീതയിൽ ഇപ്പം 6-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് പരമാത്മാവിന്റെ അംശം എന്ന് പറയുന്നത്? എനിക്ക് വേണമെങ്കിൽ ഒരു കഥ പറഞ്ഞ് അങ്ങനെ പോവാം ലൈവിൽ വന്നിരുന്നിട്ട്. ഞാൻ ആ കഥയിലൂടെ പോകാതെ ക്ലാസ്സിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. വലുതെന്നല്ല, ഒട്ടും വ്യത്യാസമില്ല. നമ്മൾ 2 കൂട്ടരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പരമാത്മാവിന്റെ അംശം എന്ന് പറയുന്നത്? എന്തെങ്കിലും തരത്തിൽ ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ബാല്യം പരമാത്മാവിന്റെ അംശമാണോ അമ്മ? പരമാത്മാവിന്റെ അംശമാണ്. പക്ഷെ പരമാത്മാവിന്റെ അംശം എന്ന് പറയുന്നത് ജീവാത്മാവാണ്. ജയപ്രകാശ് പ്രഭു സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആണ്. ജീവാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിന്റെ അംശമാണ് അല്ലെ. പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അപ്പൊ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ശരീരത്തിൽ പരമാത്മാവിൽ വന്നിരിക്കുന്ന ആ ജീവാത്മാവിലേക്ക് പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ആ ശരീരത്തിലേക്ക് ജീവൻ കയറുന്നതോടുകൂടി എന്താണ്? ജീവസ്പന്ദനം തുടങ്ങുന്നു. മനസ്സിലായില്ലേ? അവിടെ ജീവസ്പന്ദനം തുടങ്ങുകയാണ് ജീവാത്മാവ്.
അപ്പോ ഹംസ ആനക്കര. അസ്സലാമു അലൈക്കും. അപ്പൊ അവിടെ എന്താണ്, ഇതൊക്കെ അറിഞ്ഞത് കൊണ്ട് എന്താണ് മാഡം മറ്റുള്ളവർക്ക് ഗുണം? മറ്റുള്ളവരുടെ ഗുണം ചിന്തിക്കാതെ സ്വയം ഗുണം ചിന്തിക്കും. ആദ്യം സ്വയം ഗുണം എന്താണെന്ന് തിരിച്ചറിയുന്നിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ഗുണത്തിലേക്ക് പോവാം, അല്ലെ? അപ്പൊ അവിടെ എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജീവാത്മാവിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നു. ഓക്കെ, ഇത് ആരംഭഘട്ടം. മനുഷ്യന്റെ 6 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശൈശവകാലമാണ്. മനസ്സിലായില്ലേ? ശൈശവകാലം. ഈ ശൈശവകാലം എന്ന് പറയുന്നത് അമ്മയുടെ മാറിലെ പാലാഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുലപ്പാലല്ല, എന്താണ്? അമ്മയുടെ മാറിലെ പാലാഴി എന്ന് തന്നെ പറയണം. ആ പാലാഴിയാണ് നമ്മൾ കുടിക്കുന്നത്, അല്ലെ? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ പാലാഴിയാണ് നമ്മൾ നുകരുന്നത്. ആദ്യത്തെ നമ്മുടെ ഭക്ഷണം, നമ്മൾ അറിയുന്ന ആദ്യത്തെ രുചി, അതാണ് അമ്മയുടെ മാറിലെ പാലാഴി എന്ന് പറയുന്നത്. അപ്പോ ഈ പാലാഴി നമ്മൾ നുകർന്നുകൊണ്ട് അച്ഛൻ അമ്മയുടെ വാത്സല്യമെല്ലാം അനുഭവിച്ചുകൊണ്ട്, മാതൃപിതൃ വാത്സല്യമെല്ലാം അനുഭവിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബന്ധുമിത്രാദികളുടെ കൂടെയും അവരുടെ സ്നേഹവും ലാളനയും എല്ലാം അനുഭവിച്ച് നമ്മൾ അങ്ങനെ വളരെയാണ്, അല്ലെ? അപ്പോ ആ അച്ഛനമ്മമാരെ നമ്മൾ തിരിച്ചറിയുന്ന കാലഘട്ടമാണ് ശൈശവ കാലഘട്ടം, അതായത് രണ്ടാമത്തെ കാലഘട്ടം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ കാലഘട്ടം അതാണ്. ഇനി മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? യൗവന കാലഘട്ടം. യൗവന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിന്റെയും പിതാവിന്റെയും ഗുരുവിന്റെയും ശിക്ഷണത്തിലാണ് നമ്മൾ വളരുന്നത്, അല്ലെ? യൗവന കാലഘട്ടത്തിൽ നമുക്ക് അച്ഛന്റെ ശിക്ഷണമുണ്ട്, അമ്മയുടെ ശിക്ഷണമുണ്ട്, ഗുരുവിന്റെ ശിക്ഷണമുണ്ട്. ഇങ്ങനെ 3 പേരുടെ ശിക്ഷണത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളർന്നു വരുന്നത്. ആ സമയത്ത് സജ്ജന സംസർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മീയ ജ്ഞാനബോധം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് യൗവന കാലത്തിലാണ് നമ്മൾ ആരുടെ കൂടെയെല്ലാം ഇടപെടണം എന്ന് നമ്മൾ എന്താ പറയാ ചിന്തിക്കുന്നത്. അപ്പോ ആ യൗവന കാലഘട്ടത്തില് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരുടെ കൂടെയൊക്കെ ഇടപെടുന്നു അതായിരിക്കും നമുക്ക് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ആ യൗവന കാലഘട്ടത്തിൽ ലഭിക്കുന്ന ആത്മീയ ജ്ഞാനബോധം നമുക്ക് ഈശ്വരീയ ചിന്തയിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈശ്വരീയമായ ഒരു ചിന്തയിലേക്ക് യൗവനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡിസൈഡ് ചെയ്യുന്നത്. ഇവർ ഈശ്വരീയ രീതിയിൽ പോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പോണോ, ഇവരുടെ ജീവിതം നന്നായി വരണോ ചീത്തയായി വരണോ, എല്ലാം തീരുമാനിക്കുന്നത് യൗവന കാലഘട്ടത്തിലാണ്. കാരണം ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ നമ്മുടെ അച്ഛൻ അമ്മ ഗുരുക്കന്മാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു ചെറിയ ഭയപ്പാടൊക്കെ നമുക്ക് ആ സമയത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ പലതിലേക്കും ഒരു സ്വന്തം തീരുമാനത്തിലേക്ക് പോവില്ല. എന്നാൽ യൗവനത്തിൽ വരുമ്പോഴോ അച്ഛനും അമ്മയും ഗുരുവൊക്കെ എന്താ ചിന്തിക്കുക? അവർക്ക് മാത്രമുള്ള ഒരു പ്രായമായി, ഇനി അവർ തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കട്ടെ എന്ന ചിന്തയിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ വലുതാണോ തെറ്റാണോ ചെറുതാണോ എന്നൊക്കെ നമ്മുടെ ഭാവി ജീവിതം കൊണ്ട് തീരുമാനിക്കപ്പെടുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അച്ഛനോടും അമ്മയോടും ഗുരുവിനോടൊക്കെ ഉള്ള കർത്തവ്യം, കടമ, അത് നമുക്ക് അവിടെ യൗവനത്തിലാണ് ആരംഭിക്കുന്നത്. ശരിയല്ലേ? യൗവനാവസ്ഥയോടുകൂടി അച്ഛന്റെയും അമ്മയുടെയും ഗുരുവിനോടൊക്കെയുള്ള ആ കടമ നമ്മൾ ആരംഭിക്കണം. ഇനി നമുക്ക് 4ാമത്തെ ഘട്ടമാണ്. 4ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗവനം കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്, അല്ലെ? യൗവനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ് 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ആ 4ാമത്തെ ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കളത്രപുത്രാദികളോടൊപ്പം ഒരു ഗൃഹനാഥന്റെയും അതോടൊപ്പം ഒരു അച്ഛന്റെയും കർത്തവ്യം, ഒരു അമ്മയുടെയും കർത്തവ്യം നമ്മൾ അവിടെ നിറവേറ്റണം. മക്കളോടും മക്കളോടും പേരക്കുട്ടികളോടും സൗഹൃദങ്ങളോടും ബന്ധുജനങ്ങളോടും മിത്രങ്ങളോടും എല്ലാം ചേർന്നിട്ട് ഗുരുക്കന്മാരോടും ചേർന്ന് കളത്രപുത്രാദികളോടുള്ള ഒരു എന്താ പറയുക കർത്തവ്യം അവിടെ നമ്മൾ എവിടെ ചെയ്യുന്നു? യൗവനത്തിൽ നമ്മൾ നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. ഇത് ചെയ്യാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അത് ശരി, അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? യൗവനം നമ്മൾ വേസ്റ്റ് ആക്കി കളയരുത്. ധിക്കാര മനോഭാവത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് യൗവനത്തെ നമ്മൾ ഒരിക്കലും കാണരുത്. ക്ലിയർ? ഇനി 5ാമത്തെ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 4 പടികളും കഴിഞ്ഞാൽ ഇനിയുള്ള ഈശ്വര സാക്ഷാത്കാരത്തെ നമ്മൾ തിരിച്ചറിയാൻ പോവാണ്. 4 പടികൾ, യൗവനത്തോടു കൂടിയുള്ള 4 പടികൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
അഞ്ചാമത്തെ പടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അഞ്ചാമത്തെ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തെ നമ്മൾ തിരിച്ചറിയാൻ പോവാണ്. ക്ലിയർ? ഇതുവരെ നമ്മൾ ജീവിച്ചു, 4 പടികൾ വരെ, യൗവനം വരെ നമ്മൾ ജീവിച്ചു. ഇനി അഞ്ചാമത്തെ പടിയിലേക്ക് നമ്മൾ കയറാണ്. അപ്പോ അതറിയാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി മാർഗമാണ്. കാരണം യൗവനം വരേക്കും വലിയ ഭക്തിയിലോട്ടൊന്നും ആരും പോവില്ല. കാരണം എന്താ? ആരോഗ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യും, സമ്പത്തുണ്ട്, അഹങ്കാരമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്, ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന തോന്നലുണ്ട്, അതിനനുസരിച്ച് ധിക്കാരമുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ തിരിച്ചറിയാൻ ശ്രമിക്കില്ല. എന്നാൽ യൗവനം ഒന്ന് അങ്ങ് അസ്തമിച്ചു തുടങ്ങുമ്പോഴോ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാണ്. ഇനി അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയാണ്. അന്ന് വരേക്കും എന്റേതെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചതെല്ലാം തന്നെ ഷെയർ ചെയ്യപ്പെടാൻ പോവാണ്. അല്ലെങ്കിൽ അന്ന് വരേക്കും നേടണം എന്ന് വിചാരിച്ചതൊന്നും നേടാനുള്ള സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള മനോഭാവം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പൊ എന്താ ചെയ്യുക? നേരെ നമ്മൾ കടക്കുകയാണ് എങ്ങോട്ടേക്ക്? വാർദ്ധക്യത്തിലേക്ക്. അപ്പോൾ എന്തു ചെയ്യും? ഈശ്വരനെ അറിയാൻ ശ്രമിക്കും. അപ്പോ മുതലാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അഹങ്കാരം എല്ലാം വെടിഞ്ഞിട്ട് ഈശ്വരനെ ചിന്തിക്കുന്നത്. ഗുരുവായൂരപ്പന്റെയും ശ്രീമതി രാധാറാണിയുടെയും ഗുരുപരമ്പരയുടെയും ഒക്കെ കാരുണ്യം കൊണ്ട് നമുക്ക് എന്ത് സാധിച്ചു? നമ്മുടെയൊക്കെ വാർദ്ധക്യത്തിന് മുൻപേ നമുക്ക് ഈശ്വരനെ അറിയാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. പക്ഷെ പൂർണ്ണമായി അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ശ്രമിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി അഞ്ചാമത്തെ പടിയിലേക്ക് പോവാണ്, ഈശ്വരനെ അറിയാനുള്ള പടിയിലേക്ക്. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ എത്തിച്ചേരാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാണ് നമ്മൾ അഞ്ചാമത്തെ പടിയിലൂടെ. അതായത് കടലിൽ നിന്ന് ജലം ഇങ്ങനെ മേഘമായി അല്ലെങ്കിൽ നീരാവിയായി പോയി അത് മേഘമായി മാറി, അത് മേഘം പിന്നീട് ഘനീഭവിച്ച് മഴയായി മാറി, ആ മഴ പഴയ എന്താ പറയാ പല 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 നദിയിലൂടെയും പുഴയിലൂടെയും ഒഴുകി 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 അവസാനം സമുദ്രത്തിൽ എത്തിച്ചേരുകയാണ്. അതേപോലെ ഭഗവാനിൽ നിന്ന് നമ്മൾ വന്ന് നമ്മൾ ഏതൊക്കെയോ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ആരുടെയൊക്കെയോ അമ്മയായി, അച്ഛനായി, ഭാര്യയായി, കുട്ടിയായി, സുഹൃത്തായി, മോളായി, മകനായി, അങ്ങനെ 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 ഒരുപാട് കടമ്പകളിലൂടെയും യാത്ര ചെയ്ത് 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 അവസാനം നമ്മൾ എവിടെ എത്തുന്നു? ഈശ്വരനിലേക്ക് തന്നെ എത്തുന്നു. ആലോചിച്ച് നോക്കൂ. സമുദ്രത്തിലെ ജലം നീരാവിയായി, അത് മേഘമായി, അത് പിന്നെ ഘനീഭവിച്ച് മഴയായി, മഴ പല സ്ഥലങ്ങളിൽ പെയ്ത് അത് പല നദികളിലൂടെയും പുഴകളിലൂടെയും ഒഴുകി 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 എവിടെ തിരിച്ചെത്തും? സമുദ്രത്തിൽ തിരിച്ചെത്തും. അതേപോലെ നമ്മളും ഈശ്വരനിൽ നിന്ന് വന്ന് ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ഒരു യാത്രയാണ് ഈ പറയുന്ന അഞ്ചാമത്തെ പടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഇനി ആറാമത്തെ പടിയിലേക്ക് നമ്മൾ കടക്കാണ്. പടിയാറും കടന്നു ചെന്നാലാണ് നമ്മൾ ആരെ കാണുന്നത്? ശിവനെ കാണുന്നത്. അപ്പൊ ആറാമത്തെ പടി എന്ന് പറയുമ്പോൾ എന്താണ്? മുക്തിയാണ്. എല്ലാം കെട്ടടങ്ങി തീർന്ന് അഹങ്കാരവും ധിക്കാരവും ആരൊക്കെയോ ഉണ്ടായിരുന്നെന്ന ഭാവവും ഞാനെന്ന വിചാരവും ശരീരവും സൗന്ദര്യവും പണവും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് ഞാനെന്ന ഭാവത്തിലിരുന്ന സ്ഥാനമാനങ്ങളും റിട്ടയർമെന്റും എല്ലാം കഴിഞ്ഞ് ആറാമത്തെ പടിയിലെത്തി മരണം എന്ന് പറയുന്ന സത്യത്തിന് മുൻപിലെത്തുമ്പോൾ ഇനി ആഗ്രഹിക്കാനുള്ളത് ഒന്ന് മാത്രം: മരിക്കാതെ ഞാൻ ജീവിക്കണേ എന്നല്ല, ഭഗവാനെ മുക്തി നൽകണേ എന്നൊരു തോന്നല്. എവിടൊക്കെ അഹങ്കരിച്ചോ അവിടെയെല്ലാം തലകുനിച്ചിരിക്കാൻ പോകുന്ന സത്യമായിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ആറാമത്തെ പടിയിലേക്ക് എത്തുന്നത്, അല്ലെ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? മുക്തിയാണ്. അപ്പോൾ ഈ മുക്തി എന്ന് പറയുന്നത് എന്താണ്? മരണത്തോടു കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ നേടിയ പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ പേര് കൊണ്ടോ സർട്ടിഫിക്കറ്റ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും കിട്ടില്ല. മരണത്തോടെ മാത്രം ലഭിക്കുന്ന ഒന്നാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോ ഈ ജീവാത്മാവ് താൽക്കാലികമാകുന്ന ശരീരം ഉപേക്ഷിച്ചിട്ട്, അതാണ് നമ്മൾ ഗീതയിൽ നിന്ന് പഠിക്കുന്നത്, ജീവാത്മാവ് താൽക്കാലികമാകുന്ന ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പരമാത്മ ചൈതന്യത്തിലേക്ക് അഭയം പ്രാപിക്കുന്ന അവസ്ഥയെ നമ്മൾ എന്തെന്ന് വിളിക്കും? മരണം എന്ന് വിളിക്കും. ജീവാത്മാവ് താൽക്കാലികമാകുന്ന ശരീരത്തെ ഉപേക്ഷിച്ച് പരമമാകുന്ന സത്യത്തെ വിലയം പ്രാപിക്കുന്ന അവസ്ഥയെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മരണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശവശരീരത്തെ ആദ്യം തന്നെ നമ്മൾ എവിടെ കിടത്തും? ഭൂമിയിൽ മലർത്തി കിടത്തും, അല്ലെ? ഭൂമിയിൽ നമ്മൾ ശവശരീരത്തെ മലർത്തി നമ്മൾ കിടത്തും. എന്നിട്ട് എന്താ ചെയ്യുക? ജലം കൊണ്ട് ശുദ്ധി ചെയ്യും, കുളിപ്പിക്കും ആ ശരീരത്തെ. ജലം കൊണ്ട് എന്താ ചെയ്യുന്നത്? കുളിപ്പിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്? അഗ്നിയിൽ ദഹിപ്പിക്കും, അല്ലെ? അഗ്നിയിൽ ദഹിപ്പിച്ചിട്ട് ബിന്ദമേ, അഗ്നിയിൽ ദഹിപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നത്?
പിന്നെന്താ ചെയ്യുക? ആ പുക ആകാശത്തേക്ക് ഉയർന്നു വരും. അവിടെ നോക്കും, ആകാശത്തേക്ക് ഉയർന്നു വരും. മനസ്സിലായില്ലേ? നമ്മുടെ ശവശരീരം അങ്ങനെയല്ലേ ചെയ്യുന്നത്? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് നമ്മൾ പഠിച്ചു. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെ നമ്മൾ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആകാശത്തിലേക്ക് ഈ ശരീരം നമ്മൾ ഭൂമിയിൽ മലത്തിക്കിടർത്തി ജലം കൊണ്ട് ശുദ്ധി ചെയ്ത് അഗ്നിയിൽ ദഹിപ്പിച്ച് അതിന്റെ പുക ആകാശത്തിലേക്കും മണ്ണിലേക്കും എല്ലാം പോയി നമ്മൾ എന്താ ചെയ്യുന്നത്? പടിയാറും കടന്നു ചെന്ന് മനുഷ്യ ജന്മം എന്ന് പറയുന്ന സാഫല്യത്തിലേക്ക്, മുക്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരാണ്. ക്ലിയർ? അങ്ങനെ മുണ്ഡകോപനിഷത്തിൽ പറയുന്നു ജീവാത്മാവ് പരംധാമിൽ ലയിക്കുന്നു എന്ന്. എന്താ പറയുന്നത്? ജീവാത്മാവ് പരംധാമിൽ ജയിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പരംധാം എന്ന് പറയുന്നത് എന്താണ്? പരമാത്മാവാണ്. പരംധാം എന്ന് പറയുന്നത് പരമാത്മാവ് എന്ന് പറയുന്ന സത്യമാണ്. ഈ പരമാത്മാവിനെയാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൂടെയും ഗീതയിലൂടെയും നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ 6 പടി കഴിഞ്ഞു എന്നാ പറയുന്നത്. ഓക്കെ, കുണ്ടലിനി യോഗത്തിൽ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ നട്ടെല്ലിൽ 6 പൂരകങ്ങൾ ഉണ്ടെന്നാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? കുണ്ടലിനി ശക്തിയെ ഉണർത്താന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ നട്ടെല്ലത്തിലുള്ള 6 പൂരകങ്ങളെ ഉണർത്തിയിട്ട്. സഹസ്രാര പത്മത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? കുറെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവയെ ഉണർത്തുമ്പോൾ നമുക്ക് എന്താ ആദ്യം ലഭിക്കുന്നത്? ആത്മബോധമാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? അല്ലാണ്ട് ഒരു ട്രോഫി ഒന്നും കിട്ടത്തില്ല. ഈ ആത്മബോധം ഉണർന്ന് സഹസ്രാര പത്മത്തിലെത്തി അതോടെ എന്താ ലഭിക്കുന്നത്? ജീവൻ മുക്തി ലഭിക്കുകയാണ്. ക്ലിയർ? ജീവന് മുക്തി ലഭിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് പടിയാറും കടന്നു ചെന്നാൽ ശിവനെ കാണാം. അല്ലാണ്ട് 6 സിമന്റിന്റെ പടി കയറി ചെന്നിട്ട് ശിവനെ കാണാൻ പറ്റൂല. പടിയാറും കടന്നു ചെന്ന് ജീവന്റെ യാത്രയിലൂടെ പടിയാറും കടന്നു ചെന്ന് സഹസ്രാര പത്മവും ജീവമുക്തിയും എല്ലാം ലഭിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശിവനെ കണ്ട് ശിവശംഭോ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ശബരിമലയിലെ 18ാം പടി എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് 6x3 മനസ്സിലായില്ലേ? 3 എത്രയാണ്? 18. 6x3 എന്ന് പറയുമ്പോൾ 18ആയി. ഇതാണ് 18ാം പടിയുടെ പൊരുൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്ത്? ആ 3 എന്താണ്? മാതാജി 6 പടികൾ മനസ്സിലായി, ഈ 3 എന്താണ്? ആർക്കും അറിയാൻ പറ്റും? ഞാൻ പറഞ്ഞാൽ പറ്റില്ല. 18 പടിയുടെ ആന്തരിക സത്യം അല്ലെങ്കിൽ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, 6x3 എന്ന് മാതാജി പറഞ്ഞു. ഈ 3 എന്താ? സഹസ്രാര പത്മവും അതും ഇതും എല്ലാം നമ്മൾ മനസ്സിലാക്കി. പടിയാറും കടന്നു ചെന്നിട്ടുള്ള 6ഉം നമ്മൾ മനസ്സിലാക്കി. ഈ 3 എവിടുന്ന് വന്നു ഇപ്പം? ആർക്ക് പറയാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? ഷെറീൻ, ആർക്ക് പറയാൻ പറ്റും ഈ 3 എന്താണെന്ന്? പഠിച്ചിട്ടുണ്ട് ഗീതയില്. ഓഹ്, എന്തായിരിക്കും അല്ലേ? ഇനി ആരും ഹരേകൃഷ്ണൻ ഇല്ല കേട്ടോ. നെറ്റ് പ്രോബ്ലം, കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ആ 3? ത്രിഗുണങ്ങൾ അല്ല. 3 എന്താണ്? ഈ 3 ബ്രഹ്മ അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയരുത്, ഞാൻ മറന്നുപോയി ലാലി മാതാജി. ആർക്കും പറയാൻ പറ്റുന്നില്ല? ഇത് മോശമായി പോയില്ല, ഇത്രയും ക്ലാസ് എടുത്തു തന്നിട്ട്. ത്രിമൂർത്തികൾ. പടിയാറും കടന്നു ചെന്നിട്ട് 6x3 സഹസ്രാര പത്മങ്ങളെല്ലാം ഉണർത്തി നമ്മൾ അവിടെ ചെന്ന് എന്താ ചെയ്യുന്നത്? ആത്മബോധമെല്ലാം നേടി ജീവൻ മുക്തി എല്ലാം ലഭിച്ച് നമ്മൾ പടിയാറും കടന്നു ചെന്ന് 6x3 കൂടി ആകുമ്പോൾ 18ആയി. ഇതാണ് 18ാം പടിയുടെ പൊരുളെന്ന് പറയുന്നത്. ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തി. അതാണ് 3. പടിയാറും കടന്നു ചെന്ന് 6 ഘട്ടങ്ങളും കഴിഞ്ഞ് 3 ശക്തികളെയും കൂടി ചേരുമ്പം 3x6 18ആയി. ഈ 18 6 പൂരകങ്ങളെയും 3 ശക്തികളെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? 18ആയി. ഇങ്ങനെ നമ്മൾ ഈ 6x3 എന്ന് പറയുന്ന സത്യത്തിന് വശംവദയാകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്?
തത്വമസിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. 18 പടി കയറി നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ശബരിമലയില് എന്താ കാണുന്നത്? തത്വമസി. ക്ലിയർ? 18 പടിയും സത്യമായിരിക്കുന്ന ആ 18 പടിയും, അതായത് 6 പൂരകങ്ങളെയും 3 ശക്തികളെയും കടന്ന് നമ്മൾ മേലെ എത്തിച്ചേരുമ്പോ നമ്മൾ കാണുന്നത് എന്താ? തത്വമസി. എന്നാൽ ഞാൻ നീയും നീ ഞാനുമാകുന്നു. പരമാത്മാവിൽ നിന്ന് വന്ന ജീവാത്മാവും ജീവാത്മാവ് എന്ത് ചെയ്യുന്നു? തിരിച്ച് പരമാത്മാവിലേക്കും പോകുന്നു. ഞാൻ നീയുമാകുന്നു, നീ ഞാനുമാകുന്നു. ക്ലിയർ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് തത്വമസി. ഓക്കെ, സംശയമൊക്കെ മാറിയോ? ആരൊക്കെയോ ചോദിച്ചിരുന്നു തത്വമസി എന്താണ് മാതാജി. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വന്നത് തത്വമസി എന്താണ് എന്നുള്ളത്. ഇഷ്ടായോ? അയില്ലേ? ഇപ്പം ഓർക്കുന്നു. ആഹാ, തത്വമസി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായോ? ഇല്ലേ? ക്ലിയർ ആയി? പടിയാറും കടന്നു ചെന്ന് 3 ശക്തികളെയും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? 18 പടിയും കടന്ന് ശബരിമലയിലെത്തി. അവിടെ ചെന്നപ്പോൾ ആദ്യം കാണുന്നത് തത്വമസി. ഞാൻ നീയും നീ ഞാനുമാണ്. നമ്മളിൽ ആര് ജീവിക്കുന്നു? ഭഗവാനുണ്ട്. ഭഗവാനിൽ ആരുണ്ട്? നമ്മളുണ്ട്. ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. ഇതിനെതിരെ ചോദ്യങ്ങൾ വന്നാൽ പറയാനും എനിക്കറിയില്ല. അത്രയ്ക്കുള്ള അറിവൊന്നും നമുക്കില്ല. മനസ്സിലായോ? ആയോല്ലേ? ഇഷ്ടമായി? ആഹാ, സൂപ്പർ. അപ്പോൾ നമ്മൾ ഗീതയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മകരവിളക്കും തത്വമസിയും 18 പടിയും എല്ലാം നമ്മളൊന്ന് കണക്ട് ചെയ്തെടുത്തു അല്ലേ? ഇനി ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തെ, മനുഷ്യ ജന്മത്തിന്റെ 6 പടികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? 6 പടികളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ചും കൂടെ സ്ഥലമില്ല, ഇച്ചിരിയും കൂടെ. 6 പടികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ 6 പടികളും 3 ശക്തികളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 18ആയി. 6 × 3 18ആയി. ആ 18 പടിയും കടന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായി? നമ്മൾ എന്തായി? തത്വമസിയെ കാണുന്നു. പടിയാറും കടന്ന് ശിവനെ കണ്ട് 3 ശക്തിയും ചേർന്ന് കഴിഞ്ഞാൽ തത്വമസിയിലേക്ക് എത്തുകയാണ്. തത്വമസിയിലെത്തിയാൽ ഞാൻ നീയും നീ ഞാനുമാകുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ അയ്യനെ കണ്ട് മലയിറങ്ങും. മനസ്സിലായില്ലേ? അയ്യോ, എന്റെ പരിമിതമായ അറിവാണ് കേട്ടോ ഇതൊന്നും. ദൈവമേ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇനി വേറെ ആൾക്കാർ വന്നിട്ട് വേറെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയോ അത് നമ്മൾ തിരിച്ച് പറഞ്ഞു തന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ 6 പടികൾ കടന്നാൽ ശിവനെ കാണാം. ആ ശിവന്റെ മുകളിലിരിക്കുന്ന പരമാത്മാവിനെ കാണാൻ 3 ശക്തികളെയും കൂടെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായോ? ആ ശക്തികൾ ഏതൊക്കെയാണ്? ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തി. ഈ 3 ശക്തികളെയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 6 × 3 ആയി. അപ്പൊ 6 പടി മാത്രം കടന്നാൽ പോരാ, 3 ശക്തികളെയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ 6 × 3 18ആയി. 3 6 18. അവിടെ ചെന്ന് തത്വമസിയെ കണ്ടാൽ നമുക്ക് എന്തായി? ഞാൻ നീയും നീ ഞാനുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയ്യനെ കണ്ട് നമുക്ക് മലയിറങ്ങാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായം 6 ആണ്. ഗീതയിൽ അധ്യായം 6 നമ്മൾ 46ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. അവിടെ എന്താ പഠിക്കുന്നത്? തപസ്സിഭ്യേധികോ യോഗി ജ്ഞാനിഭ്യോപി മാധേരിക കർമ്മച്ഛാധികോ യോഗി തസ്മാ യോഗി ഭവാർജുന. എന്താ ഭഗവാൻ പറയുന്നത്? 46ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യോഗി എന്ന് പറഞ്ഞാൽ യോഗി എന്ന് തന്നെയാണ് അർത്ഥം. അതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥമൊന്നുമില്ല. തപസ്സികളെക്കാൾ ശ്രേഷ്ഠനാണത്രേ യോഗി എന്ന് പറയുന്നത്. ഒരു തപസ് ചെയ്യുന്ന വ്യക്തിയേക്കാൾ യോഗി ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. എപ്പോഴാണ് ഒരു തപസ് ചെയ്യുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ആ യോഗി ശ്രേഷ്ഠനാവുന്നത്? ജ്ഞാനികളെക്കാളും കൂടുതൽ ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും കൂടുതൽ ശ്രേഷ്ഠനാണ് അദ്ദേഹം അല്ലെ? ജ്ഞാനികൾ എന്തോ കാര്യത്തിന് തപസ് ചെയ്യുന്നു. ഭഗവാനെ, എനിക്ക് ഇത് തരൂ, ഇത് തരൂ, എനിക്കിത് വേണം. തപസ് ചെയ്ത് അവസാനം ഭഗവാൻ വരും. ഭഗവാൻ വന്നിട്ട് ചോദിക്കും, എന്താ വേണ്ടത്? അയ്യോ ഭഗവാനെ, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ ഭഗവാനിൽ നിന്ന് എന്തോ ഒരു ഫലേച്ഛയിലാണ് നമ്മൾ എത്തുന്നത്. 6 പടി 3 ശക്തി തത്വമസി. എക്സാക്ട്ലി. ഇനി മഞ്ചേരീസിൽ ആരും അതിൽ തോറ്റു പോകരുത്. പലപ്പോഴും ഇന്ന് രാവിലെ ആരോ ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, മാതാജി എന്താ ഈ തത്വമസി? ഞാൻ പറഞ്ഞു, എന്താ കാരണം ചോദിക്കാൻ? ഞാൻ ഇന്നലെയാണ് മലയെന്ന് എത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, തത്വമസിക്ക് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും അർത്ഥങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ഗീതയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ തത്വമസിയെ മനസ്സിലാക്കുന്നത്. ഓക്കെ,
അതൊക്കെ പോട്ടെ. അപ്പോ തപസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് എന്തോ എക്സ്പെക്ട് ചെയ്യുന്നു, എന്തൊക്കെയോ എക്സ്പെക്ടേഷനിലൂടെയാണ് ഒരു വ്യക്തി തപസ് ചെയ്യുന്നത്, അല്ലെ? എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഭക്തിയെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു യോഗി എന്ന് പറയുമ്പോൾ ഒന്നും ഭഗവാനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒന്നും വേണ്ട ഒരു യോഗിക്ക്. അപ്പൊ തപസ് ചെയ്യുന്ന ആളിനേക്കാളും മുകളിലാണ് ആര്? യോഗി എന്ന് പറയുന്ന സത്യം. ഓക്കെ, കർമ്മം ചെയ്യുന്നവരെക്കാളും മുകളിലാണ് യോഗി. കർമ്മം ചെയ്യുന്ന വ്യക്തിയായാലും ശരി, തപസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു, ഇതാണ് ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തി. കർമ്മം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്, തപസ് ചെയ്താൽ അതിനൊരു റിട്ടേൺ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു യോഗിയെ ബാധിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അല്ലയോ അർജുന എന്ത് പറയുന്നു? അല്ലയോ അർജുന, ഏത് സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് ഭഗവാൻ പറയുന്നു. സാഹചര്യങ്ങൾ പലതും ജീവിതത്തിൽ ഉണ്ടാവും, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷേ അല്ലയോ അർജുന, ഭഗവാൻ പറയുന്നു ഏതു സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കൂ അർജുന, അതിൽ നിന്ന് മാറാതിരിക്കൂ അർജുന എന്ന് പറയുന്നു. അതായത് യോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ അവബോധത്തെ പരമസത്യത്തോടുകൂടി ബന്ധപ്പെടുത്തൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അവബോധത്തെ, നമുക്കെല്ലാവർക്കും ഒരു അവബോധമുണ്ട്, ആ അവബോധത്തെയാണ് നമ്മൾ കൃഷ്ണാവബോധമാക്കി മാറ്റുന്നത്. ആ അവബോധത്തെ യോഗത്തിൽ നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവബോധം അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നത്. ആ യോഗത്തെ, നമ്മുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യങ്ങളെ, നമ്മുടെ കടമകളെ, നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തെ എല്ലാത്തിലെയും നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം. പരിശീലിക്കുന്നവർ തങ്ങൾ സ്വീകരിച്ച പദ്ധതികളെ മുൻനിർത്തി ഈ പ്രക്രിയക്ക് വ്യത്യസ്തമായിരിക്കുന്ന നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ലക്ഷ്യം എല്ലാം, കടമ, കർത്തവ്യം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? യോഗത്തിൽ, കൃഷ്ണാവബോധത്തിൽ ഉറപ്പിച്ച് നമ്മൾ നിർത്തണം. എന്ത് വന്നാലും അതിൽ നിന്നൊരു പിന്മാറ്റം നമുക്ക് വേണ്ട എന്ന ഒരു ബോധം, കൃഷ്ണാവബോധത്തിൽ നമ്മൾ അടിയുറപ്പിച്ച് നിർത്തുക. അപ്പൊ ഇതിന് നമ്മൾ ഒരുപാട് പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംയോജന പ്രക്രിയ, ആദ്യത്തേത് സംയോജന പ്രക്രിയ. എന്താണ് സംയോജന പ്രക്രിയ എന്ന് പറയുന്നത്? പ്രധാനമായിട്ട് ഫലോധീഷ്ട കർമ്മങ്ങളിലാകുമ്പോൾ കർമ്മയോഗമെന്നും, പ്രധാനമായി ജ്ഞാനത്തിലായിരുന്നാൽ ജ്ഞാന കർമ്മയോഗമെന്നും, എന്താണ് കർമ്മയോഗമെന്നും ജ്ഞാനയോഗമെന്നും, ഭഗവാനുമായിരിക്കുന്ന നേരിട്ടുള്ള ബന്ധമാവുമ്പോൾ ഭക്തിയോഗമെന്നും നമ്മൾ പറയും. ഇങ്ങനെ 3 യോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വന്നിട്ടില്ലേ? ഗീതയിലെ കഴിഞ്ഞ അധ്യായങ്ങളിലേക്കൊക്കെ 2, 3, 4 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, അങ്ങനെ പല പല യോഗങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലെ? ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഭക്തിയോഗം അഥവാ കൃഷ്ണാവബോധം, ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന യോഗത്തെ ഭക്തിയോഗം എന്ന് പറയുന്നുണ്ട്. ഈ ഭക്തിയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് സർവ്വവിധയോഗങ്ങളുടെയും പരമകാഷ്ഠയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭക്തിയോഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഭക്തി ആരോട് കാണിക്കുന്നു? കൃഷ്ണനോട് കാണിക്കുന്നു. കൃഷ്ണനുമായിട്ടൊരു ആത്മീയമായിരിക്കുന്ന ബന്ധം ഭക്തിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് എല്ലാ യോഗങ്ങളിലും വെച്ചിട്ട് ഒരു ഉയർന്ന യോഗത്തിലേക്ക് നമ്മൾ എത്തി. കാരണം എന്താ? നമുക്ക് കൃഷ്ണനെ കിട്ടുമല്ലേ? കൃഷ്ണനാണ് പരമസത്യം. ആ സത്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി? നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ആവശ്യങ്ങളും ഇല്ല, ആഗ്രഹങ്ങളും ഇല്ല, ദുഃഖങ്ങളും ഇല്ല, ദുരിതങ്ങളും ഇല്ല, അടിയും പിടിയും ബഹളവും ഇല്ല, പ്രതികാരങ്ങളും ഇല്ല, ഒന്നുമില്ല. കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും. ആ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ഭക്തിയോഗം വേണം. മനസ്സിലായില്ലേ? അത് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പോകണേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. യോഗത്തിന്റെ ഉത്കൃഷ്ടയെ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവാണേ. യോഗത്തിന്റെ ഉത്കൃഷ്ടയെ ഭഗവാൻ എന്തു ചെയ്യുന്നു? എന്താണ്? രാത്രി എടുക്കാം. യോഗത്തിന്റെ ഉത്കൃഷ്ടയെ ഭഗവാൻ ഇവിടെ ഊന്നി പറയുന്നുണ്ട്, ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഭക്തിയോഗത്തെക്കാൾ ശ്രേഷ്ഠമാണതെന്ന് പറയുന്നില്ല. കാരണം എന്താ? ഭക്തിയോഗത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടൂ. ഭക്തിയോഗത്തിലൂടെ അല്ലാതെ നമുക്ക് ഒരിക്കലും ഭഗവാനെ കിട്ടില്ല. അപ്പോ തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അല്ലാണ്ട് കുറച്ച് അവിടെയും ഇവിടെയും മാത്രം പഠിച്ചിട്ട് വന്നിട്ട് നമ്മൾ പറയുന്നതൊന്നും ഭക്തിയോഗമാവില്ല. അപ്പൊ നമുക്ക് സംശയങ്ങളിൽ നിന്ന് സംശയങ്ങളിലേക്ക് പോകും. മനസ്സിലാവും? ചില ആളുകൾ പറയാണ്ട്, ഞാൻ ഭയങ്കര അയ്യപ്പ ഭക്തനാണ്, എനിക്ക് അയ്യപ്പസ്വാമി കഴിഞ്ഞിട്ടേ എന്തുള്ളൂ, എനിക്ക് ശബരിമല അയ്യപ്പസ്വാമിയാണ് എൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ്, അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കൃഷ്ണനുള്ളൂ. അയ്യപ്പസ്വാമിയുടെ അവിടെ 18 പടിയും കയറി ചെന്നുമ്പം തല ഇങ്ങനെ ഉയർത്തി കാണാൻ ആദ്യം കാണുന്നത് തത്വമസിയാണ് അല്ലേ? ഈ തത്വമസിയുടെ അർത്ഥം എന്താണ്? ആ തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ദേവനെയും ഒരു ദേവിയെയും നമ്മൾ ഉയർന്നും താഴ്ത്തിയും കാണില്ല.
കൃഷ്ണനിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് വന്നത്. പരമാത്മാവ് എന്ന് പറയുന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ജീവാത്മാവ് എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? പരമാത്മാവ് തിരിച്ചറിയാതെ ജീവാത്മാവിന്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഭക്തിയോഗം ഉണ്ടാവില്ല, ജ്ഞാനയോഗം ഉണ്ടാവില്ല, കർമ്മയോഗം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സംശയങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോ ചെറിയ പരിമിതമായ അറിവിൽ നിന്ന് സംസാരിക്കുന്നതല്ല എന്ത് ഭക്തിയോഗം എന്ന് പറയുന്നത്. പൂർണ്ണമായിരിക്കുന്ന അവബോധത്തെ ഉൾക്കൊള്ളുന്ന അവസ്ഥയെ ഭക്തിയോഗം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത്. കുറച്ച് ഗ്രന്ഥങ്ങൾ എന്തോ വായിച്ചിട്ട് പറയുന്നതല്ല ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ആധ്യാത്മിക ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്ന് ഗീതയിൽ ഭഗവാൻ അർജുനനോട് 6-ാം അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ 46-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കുന്നത്. 46 എടുത്തുകൊണ്ടിരിക്കുന്നത് 6-ാമത്തെ അധ്യായത്തില്. അപ്പോ ഇനി എന്താ പറയുന്നത്? ആത്മജ്ഞാനം കൂടാതെയുള്ള തപസ് അപൂർണമത്രേ. വെറുതെ പോയി നമ്മളൊരു തപസ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിലും കാര്യമില്ല. ആത്മജ്ഞാനത്തോടു കൂടി വേണം തപസ് ചെയ്യാൻ. തപസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഉയർന്ന അവസ്ഥയാണ്. അപ്പോ ആത്മജ്ഞാനത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? തപസ് ചെയ്യാൻ പോണം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്തിയോഗമാണ്. തികഞ്ഞ ഭക്തിയോടെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഭക്തിയോഗത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കാൻ. അല്ലാണ്ട് കുറച്ച് അവിടെയും ഇവിടെയും ഉള്ള പരിമിതമായ അറിവ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മുന്നോട്ട് പോകരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഭഗവാന് സ്വയം സമർപ്പിക്കാത്തവരുടെ ജ്ഞാനവും അപൂർണമാണ്. നമ്മൾ കുറെ ഭഗവാന്റെ ഫോട്ടോ എടുത്ത് DP ഇട്ടിട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഭഗവാനെ എന്ന് വിളിച്ചത് കൊണ്ടോ ഭക്തിയോഗത്തിലേക്ക് എത്തില്ല. ഭഗവാന് സ്വയം സമർപ്പിതമാവണം. ഭഗവാന് പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കപ്പെടണം. ഭഗവാനാണ് പരമമായിരിക്കുന്ന സത്യമെന്നും ഭഗവാനേക്കാൾ മുകളിലായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയുന്ന തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അദ്ദേഹം നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോക്കിക്കോളും. യോഗം ക്ഷേമം വഹാമ്യഹ. അദ്ദേഹം നോക്കും നിന്റെ യോഗവും ക്ഷേമവും ഒക്കെ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അതിനൊരു ഉത്തരം എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നോക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നോക്കും, നോക്കിയിരിക്കും. ഭഗവാൻ കള്ളത്തരം പറയൂ? ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ച് ഭക്തരോട് ഇല്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിക്കാതിരിക്കും. നമ്മളാണെങ്കിൽ 8 മണിക്ക് വരാൻ പറഞ്ഞാൽ 10 മണിക്ക് ചെല്ലും. മനസ്സിലായില്ലേ? പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ വാസുദേവനാണ്. വരേണ്ട നേരത്ത് വരേണ്ട സ്ഥലത്ത് വരേണ്ട പോലെ അദ്ദേഹം വരും. അതിലൊരു സംശയമില്ല. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഭഗവാൻ പറയും സമയമായില്ല കുഞ്ഞെ, വരാടാ, വെയിറ്റ് ചെയ്യും, ഞാൻ അപ്പുറത്തെ പണി തീർത്തിട്ട് വരട്ടെ എന്ന് പറയും. ഭഗവാൻ വരേണ്ട സമയത്ത് ഭഗവാൻ വരും. അതുവരെ നമ്മൾ എന്തെല്ലാം കർമ്മ ദുരിതങ്ങൾ, പൂർവ്വജന്മ ദുരിതങ്ങൾ അനുഭവിക്കണോ അതെല്ലാം അനുഭവിക്കും. ജീവിതം കൊണ്ടും ജന്മം കൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം അനുഭവിക്കും. എല്ലാം അനുഭവിച്ചു തീർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനേക്ക് അടുത്തറിയും. അങ്ങനെ നമുക്ക് എന്തായി? ഒരു ആധ്യാത്മിക ജ്ഞാനം നമുക്ക് ലഭിക്കും. ആ ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ നമുക്ക് ഭക്തിയോഗം ലഭിക്കും. ക്ലിയർ? അങ്ങനെ ഭഗവാന് പൂർണ്ണമായി സമർപ്പിക്കാത്തവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് അപൂർണമാണ്. പൂർണ്ണതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഫലോദ്ധിഷ്ട കർമ്മമാകട്ടെ, എന്തെങ്കിലും ഒരു ഫലം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ, കൃഷ്ണാവബോധരഹിതമെങ്കിൽ സമയം പാഴാക്കൽ മാത്രമാണത്. കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മമല്ല നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അത് വേസ്റ്റാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് ആ ദിവസവും സമയവും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതിനാൽ ഇവിടെ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തിയോഗത്തെ കുറിച്ചാണ്. 3 യോഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭക്തിയോഗത്തെ കുറിച്ചാണ്. ഭക്തിയോഗത്തിൽ ആരുണ്ട്? ഭഗവാനുണ്ട്, കൃഷ്ണാവബോധമുണ്ട്. ഇത് രണ്ടും ചേർന്നാൽ മാത്രമാണ് അത് പൂർണ്ണമാവുന്നത്. പിന്നെ ഇത് രണ്ടും ഇല്ലാണ്ട് നമ്മൾ തപസ് ചെയ്യുന്നു, കുറെ കാവ്യവസ്ത്രം ഇടുന്നു, കുറെ ജപിക്കുന്നു, വായിക്കുന്നു, പറയുന്നു, ഒരു കാര്യവും ഇല്ല. ഭഗവാന് പൂർണ്ണമായി സ്വയം സമർപ്പിതമായിക്കൊണ്ട് ചെയ്യുന്ന ഭക്തിയോഗത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്കും അടുക്കാൻ പറ്റൂ, കൃഷ്ണാവബോധത്തിലേക്കും അടുക്കാൻ പറ്റൂ. അപ്പോ നമുക്ക് 47-ാമത്തെ ശ്ലോകത്തിൽ ഒരു കാര്യം കൂടെ പൂർണ്ണമായി വ്യക്തമാക്കുന്നുണ്ട്. എന്താണത്? യോഗീ നാമഭി സർവേഷാം മദത് ഗതേനാനന്ദരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്താമധോ മമ എന്ന് പറയുന്നുണ്ട്.
എന്താണ് അത് പറയുന്നത്? 47-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്തോ കുറെ സംസ്കൃതമൊക്കെ പറഞ്ഞ് നമുക്കൊന്നും മനസ്സിലായില്ല അല്ലെ. അപ്പൊ 47-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, പൂർണ്ണ വിശ്വാസത്തോടുകൂടി എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗി എന്ന് പറയുന്നു. അതാണ് അതിന്റെ അർത്ഥം. പൂർണ്ണമായിരിക്കുന്ന മനസ്സോടുകൂടി, അപൂർണത പാടില്ല. ആദ്യ വഴിയിൽ ഭഗവാൻ തന്നെ എടുത്ത് പുറത്തിടും. ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ എന്നും പറഞ്ഞ് ചിരിക്കുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാലോ ഈ ഭഗവാനെ കാണാൻ എത്ര കഷ്ടപ്പെട്ട്, ഇനി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പൂർണ്ണമായിരിക്കുന്ന ബോധത്തോടുകൂടി, അപൂർണത പാടില്ല, പൂർണ്ണതയോടുകൂടി ഭഗവാൻ തരും എന്ന് പറഞ്ഞാൽ ഭഗവാൻ തരും. ഭഗവാനെ ഞാനിതേ 18 പ്രാവശ്യം അങ്ങയുടെ അടുത്ത് വന്നിട്ടോ, ഞാൻ 19-ാമത്തെ പ്രാവശ്യം വരണം, ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങ് തന്നില്ല, ഇങ്ങനെ ഒരു ഉടമ്പടി വേണ്ട. തരേണ്ട സമയത്ത് തരും. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ചോദിക്കണ്ട ഭഗവാനോട്, ഭഗവാനെ എന്നെ ഒന്ന് ഭൂമിയിൽ ജനിപ്പിക്കോ, ഞാൻ ഇന്ന ആളുടെ മകളായിട്ട് ജനിപ്പിക്കോ എന്ന് ചോദിച്ചിട്ടല്ല ഭഗവാൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. നമ്മളുടെ കയ്യിലിരിപ്പ് എന്താന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു നിശ്ചയം വെച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണ് ഭഗവാൻ നമ്മളവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ പോകുന്ന യാത്രയിൽ നമ്മളെ തിരുത്താൻ ഭഗവാൻ പല 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 വ്യക്തികളെ നമുക്ക് നിർണയിച്ചു തരുന്നുണ്ട്, ഇല്ലേ? പല രീതിയിൽ ഭഗവാൻ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഭഗവാൻ അറിയാം നമുക്ക് എന്ത് വേണം എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോ പൂർണ്ണ വിശ്വാസത്തോടുകൂടി കൃത്യമായി പറയുന്നുണ്ട് രമണൻ പ്രഭു, പൂർണ്ണ വിശ്വാസത്തോടുകൂടി എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളണം. ഞാൻ കുറെ കൃഷ്ണനെ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല, ഇനി മാറ്റിപ്പിടിക്കാം, ദേവിയുടെ അടുത്ത് പോവാം. കുറെ ദേവിയെ പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല, ഇനി മഹാദേവന്റെ അടുത്തേക്ക് പോവാം, അവിടെയും ശരിയാവുന്നില്ല, അയ്യപ്പന്റെ അടുത്ത് പോവാം, എല്ലാം പോട്ടെ, ഗണപതിയിലേക്ക് പോവാം. ഇതല്ല, സമസ്തവും ഭഗവാനിലാണെന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവിലൂടെ പൂർണ്ണമായി ഭഗവാനിൽ തന്നെ നിലകൊണ്ട് എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന മന്ത്രത്തോടെ, എന്താണ് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രത്തോടെ പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെടണം എന്നാ പറയണത്. ഈ അമ്പിളി മാതാജി കുറെ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്, ചെയ്തില്ലെങ്കിൽ ഇനി ഇങ്ങനെ കുണുകുണൂന്ന് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും. മാതാജി ചെയ്തോ, മാതാജി ഹാരം ഇട്ടോ, മാതാജി അവരെ വിളിച്ചോ, അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോ, അവരോട് അത് ചോദിച്ചോ, അവരോട് ഇത് പറഞ്ഞോ. എപ്പോൾ നോക്കിയാലും മെസ്സേജ് തന്നെ. ഈ മഞ്ജരീസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൂർണ്ണമായ സേവനത്തിൽ നിന്ന് അവർ പുറത്തു വരും, ഇല്ലേ? അപൂർണത വരും അവിടെ. അതേസമയം മാതാജി പറയുന്നതിനേക്കാളും മുന്നേ ഞങ്ങൾ ചെയ്തു, അവരങ്ങനെയാണ് കേട്ടോ. സീരിയസ്ലി ഇത്ര ചെയ്തു, ഇത്ര എനിക്ക് അപ്ഡേഷൻസ് ഇങ്ങോട്ട് തരും. അത് എന്നോടല്ല അവർ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആരോടാണ്? ഭഗവാനോടാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സിലാണേ. അവരാരോടാണ് കണക്ട് ആയിരിക്കുന്നത്? ഭഗവാനോടാണ് കണക്ട് ആയിരിക്കുന്നത്. അവരെന്നേക്കാൾ മുൻപേ ഓരോ ക്ലാസ്സുകളും എടുത്ത് നോക്കി, ആരെങ്കിലും മെസ്സേജ് ഇട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ഉടനെ അവരെ വിളിച്ച് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ഞങ്ങൾ മാതാജിയെ ഉടനെ അറിയിക്കാം എന്ന് പറഞ്ഞ് അറിയിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് പക്ക ഡീലിംഗ് ആണ്. എല്ലാവരും കുടുംബമുണ്ട്, ജോലിയുണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കാരണം എന്താ? അവരെന്നോടല്ല കമ്മിറ്റ് ആയിരിക്കുന്നത്, അവർ കമ്മിറ്റ് ആയിരിക്കുന്നത് ഭഗവാനോടാണ്. അവരതിനും ജീവിതത്തിൽ സമയം കണ്ടെത്തുന്നു. ജീവിതയാത്രയിൽ 2 കുട്ടികൾ മതി ഉറപ്പിച്ചു, 2 കുട്ടി ജനിച്ചു. എങ്ങനെയോ ഭഗവാന്റെ നിശ്ചയത്തിൽ 3ാമത്തെ ഒരു കുട്ടി ജനിച്ചു. ഈ 2 കുട്ടികൾക്ക് വേണ്ടി ലൈഫ് ഒരു ടൈം ടേബിൾ പോലെ വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ കുട്ടി ഇത്ര സമയത്തിന് സ്കൂളിൽ പോകും, ഇത്ര സമയത്തിന് എഴുന്നേക്കും. 2ാമത്തെ കുട്ടി ഇത്ര സമയത്തിന് സ്കൂളിൽ പോകും, ഭർത്താവിന് ഇത്ര സമയത്തിന് ജോലിക്ക് പോകണം. അതിനുശേഷം അച്ഛനും അമ്മയ്ക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെയോ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞു ജനിച്ചു. അയ്യോ, എന്റെ ടൈം ടേബിളിൽ നിന്ന് എനിക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല, ടൈറ്റ് ഷെഡ്യൂളാന്ന് പറഞ്ഞ് 3ാമത്തെ കുട്ടിയെ മാറ്റി നിർത്തോ? ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരിക്കോ? ഒരിക്കലുമില്ല. അതുപോലെയാണ് മഞ്ജരീസ് എക്സിക്യൂട്ടീവ്സ്. അവരെന്താ ചെയ്യാ? ആയിക്കോട്ടെ മാതാജി, ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ജോലിയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, യാത്രകളുണ്ട്, പല 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 കാര്യങ്ങളുണ്ട്. എങ്കിലും ഇതിന്റെ എല്ലാം മുകളിലാണ് ഭഗവത് സേവനം. കാരണം എന്താ? ആ ഭഗവാന്റെ സേവനം അവർ ചെയ്യുമ്പോൾ ഭഗവാൻ അവരുടെ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് യോഗം ക്ഷേമം വഹാമ്യഹ എന്ന് പറയുന്നത്. ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർത്തു തരും. മനസ്സിലാണ്ടോ? ഒരു ബോണ്ടാണെന്ന്, ഭഗവാനുമായിട്ടുള്ള ഒരു ബോണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാൻ ഇവിടെ കൃത്യമായി പറയുന്നു, പൂർണ്ണ വിശ്വാസത്തോടുകൂടി എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും
എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം ഷെയർ ചെയ്യാനും, ഭക്തരെ വിളിക്കാനും, അവരെ ആഡ് ചെയ്യാനും, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാനും എല്ലാം എന്താണ്? പ്രേമപൂർവം ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് യോഗികളിലും വെച്ച്, ക്ലാസ്സിലാണ്, യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയായി മാറുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയായി മാറുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: വിശ്വാസം, സമർപ്പണം, അതുപോലെ മറ്റൊന്നും കൂടിയുണ്ട്, സേവനം. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി? യോഗികളിലും വെച്ച് പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല വിശ്വാസത്തോടുകൂടി, നല്ല സമർപ്പണത്തോടുകൂടി, നല്ല രീതിയിൽ സേവനം ചെയ്യണം. കൃഷ്ണ സേവനം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തായി? യോഗികളിലും വെച്ച് ഉത്തമനായിരിക്കുന്ന യോഗിയായി മാറുകയാണ്. എന്നോട് ദൃഢമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തി ആരായി? ഭഗവാനോട് ദൃഢമായ ഒരു ബന്ധം വെക്കുകയാണ്. കാരണം നമ്മളെ വിളിക്കുന്ന എല്ലാവരിലും കൃഷ്ണനുണ്ട്, ഇല്ലേ? എല്ലാവരിലും കൃഷ്ണനുണ്ട്. ആരെങ്കിലും പരമാത്മാവില്ലാതെ ഈ ഭൂമിയിൽ ഇരിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാരിലും പരമാത്മാവുണ്ട്. ഏതുള്ളവനും ഇല്ലാത്തവനിലും കൊള്ളുന്നവനും കൊള്ളാത്തവനിലും ഒക്കെ പരമാത്മാവുണ്ട്. അപ്പോ ആ പരമാത്മാവിനെ കണ്ടുകൊണ്ട് ആ ജീവാത്മാവിനോട് നമ്മൾ എന്താവുന്നു? സേവനത്തോടെ, കൃഷ്ണ ബന്ധത്തോടെ, കൃഷ്ണ സേവനത്തോടെ നമ്മൾ കണക്ട് ആവുകയാണ്. അങ്ങനെ കണക്ട് ആവുന്നവൻ ആരാണോ അവനാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ, യോഗികളിലും വെച്ച് ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവൻ എന്ന് പറയുന്നു. അപ്പോ ഇതാണ് എൻ്റെ അഭിപ്രായം. ദാറ്റ് മീൻസ് കൃഷ്ണന്റെ അഭിപ്രായം. ഓക്കെ, എന്റേതല്ല, കൃഷ്ണന്റെ അഭിപ്രായം എന്നുള്ളത്. അപ്പോ ഇത് പറയുന്നത് എന്താണ്? ഭജതേ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് ഭജതേ? ആ അർത്ഥമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഭജ് എന്നാൽ എന്താണ് എന്ന ധാതുവിൽ നിന്നാണ് ഈ ഭജതേ എന്ന് പറയുന്നത് വരുന്നത്. ഭജ് എന്ന് പറയുന്ന ആ കണ്ടന്റിൽ നിന്നാണ് ഭജതേ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. സേവനത്തിന്റെ ആവശ്യകതയെ, നമ്മൾ ചെയ്യുന്ന കൃഷ്ണ സേവനം അല്ലെ, പ്രചരണം, അത് 10 പേർക്ക് എത്തിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക, സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയാണ് കൃഷ്ണ പ്രചരണത്തിന് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? പണ്ട് കാലങ്ങളിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എല്ലായിടത്തും പോയി സത്സംഗങ്ങൾ നടന്നു പോയി ചെയ്യുന്നു, സംഘടനകൾ രൂപീകരിക്കുന്നു, കൃഷ്ണാവബോധ ക്ലാസുകൾ രൂപീകരിക്കുന്നു, ബാലഗോകുലങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ എല്ലാം ഓൺലൈൻ സർവീസായി. അതുകൊണ്ട് നമ്മൾ FBA യൂസ് ചെയ്യുന്നു, യൂട്യൂബിനെ യൂസ് ചെയ്യുന്നു, അല്ലെ? അപ്പോ അതും ഒക്കെ സേവനമാണ്. കാലം മാറുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ സാങ്കേതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഭജതേ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്താ ഭജതേ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സേവനത്തിന്റെ ആവശ്യകതയെ, സേവനം ചെയ്യുന്നതിന്റെ ആവശ്യകതയെ വ്യഞ്ചിപ്പിക്കുന്നതാണിത്, മനസ്സിലാക്കിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ഭജതേ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതിന് പകരം നൽകാവുന്നതല്ല. എന്താണ്? അതിന് പകരം നിൽക്കുന്ന വാക്കിനെയല്ല നമ്മൾ ഭജതേ എന്ന് പറയുന്നത്. അതായത് വേർഷിപ്പ് നമ്മൾ പറയാറില്ലേ? ചിലവരൊക്കെ പറയും, ഈ ചർച്ചിലൊക്കെ പോവാണെങ്കിൽ ഇന്ന് വേർഷിപ്പ് ഉണ്ടോ? ക്രിസ്ത്യൻ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സർവീസ്, വേർഷിപ്പ് എന്നൊക്കെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, ക്രിസ്ത്യൻ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് കാണാൻ പറ്റും. വർഷിപ്പ് എന്നും അതുപോലെ എന്താ പറയാ, സർവീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് ക്ലാസ്സിലാണ്. അപ്പോ ഈ വർഷിപ്പ് എന്ന് പറയുന്ന വാക്കെന്നാൽ എന്താണ്? ആരാധിക്കുക, സേവനം ചെയ്യുക, ആരാധിക്കുക. ഇതിനെ, ഈ കുർബാനയാണ് അവർ വേർഷിപ്പ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കൂ, ക്രിസ്ത്യൻ ചർച്ചിന്റെ മുമ്പിലൊക്കെ കാണാം വേർഷിപ്പ്, സർവീസ്. കുർബാന എന്ന് പറയുന്ന വേർഡ് വളരെ പരിമിതമായിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ്. അപ്പൊ അതേപോലെ ഈ വേർഷിപ്പ്, ഈ സർവീസ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ആരാധിക്കുക, അർഹനായിരിക്കുന്ന ആളെ ബഹുമാനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ? അർഹതയുള്ള ആൾ ആരാണ്? ഭഗവാൻ. ആ ഭഗവാനെ ബഹുമാനിക്കുക, അർഹതയുള്ള ആളിനെ ബഹുമാനിക്കുക, ആരാധിക്കുക, അദ്ദേഹത്തിന് സേവനം ചെയ്യുക. അപ്പൊ ഭഗവാന്റെ സേവനം ചെയ്യാൻ കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പാഴാക്കരുത്. ഇവിടെ നമുക്ക് എന്ത് സേവനമാണ് കിട്ടിയിരിക്കുന്നത്? ഞാൻ ഇവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നു, ഗീത പറയുന്നു, മഹാഭാരതം പറയുന്നു, നാരായണീയം പറയുന്നു. അതെല്ലാം നമ്മൾ പല 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 ആളുകളിലേക്ക് എത്തിക്കുക. വലിയൊരു കൂട്ടായ്മയെ നമ്മൾ സൃഷ്ടിക്കുക. ഭഗവാന്റെ കാര്യങ്ങൾക്കായി വലിയൊരു കൂട്ടായ്മയെ നമ്മൾ സൃഷ്ടിക്കുക. ആ കൂട്ടായ്മയോടൊപ്പം കൃഷ്ണാവബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് ശ്രീല പ്രഭുപാദി ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതേപോലെ നമ്മളും എന്ത് ചെയ്യുക? കൃഷ്ണന് വേണ്ടി വേർഷിപ്പ് ചെയ്യുക, സേവനം ചെയ്യുക. പ്രേമ വിശ്വാസപൂർവകമായിരിക്കുന്ന സേവനം.
പ്രേമത്തോടുകൂടി വിശ്വാസത്തോടുകൂടി വേണം സേവനം ചെയ്യാൻ. അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അയ്യോ, ഭഗവാൻ സേവനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഭഗവാൻ എൻ്റെ മനസ്സ് കണ്ടുപിടിച്ച് പണി തന്നാലോ എന്നാലോചിച്ചുകൊണ്ട് ചെയ്യരുത്. ഭഗവാനെ അങ്ങേ എല്ലാ ജീവാത്മാക്കളും അറിയാൻ ഇടവരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് സേവനം ചെയ്യുക എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ആരാധിക്കാൻ അർഹനായിരിക്കുന്ന ഒരാളെയോ, അതായത് ഭഗവാനെയോ ദേവന്മാരെയോ ആരാധിക്കാതെ ഒരാൾക്ക് ഒഴിഞ്ഞു മാറാം, അല്ലെ? ആരാധനയും വിളക്കും വെള്ളിയാഴ്ചയും ഒന്നും ഇല്ലാണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും. അത് അപമര്യാദയായി കണക്കാക്കപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാനെ ആരാധിക്കാതെ, ദേവന്മാരെ ആരാധിക്കാതെ, മറ്റുള്ളവരെ ആരാധിക്കാതെ, ബഹുമാനിക്കാതെ, ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാണ്ട് തോന്നിയ നേരത്തിന് ഉറങ്ങി, തോന്നിയ നേരത്തിന് എഴുന്നേറ്റ്, തോന്നിയ പോലൊക്കെ തിന്ന്, കണ്ട ചിക്കനും മട്ടനും ബീഫും അതും ഇതൊക്കെ തിന്ന് കഴിച്ചു കൂട്ടി എന്താ പറയാ ലാഹോ ലാഹോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവര് പറയല എന്താ, ഞങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ടല്ലോ, വരാൻ പോകുന്നതും ഉണ്ടല്ലോ, അത് സ്വയം അനുഭവിക്കണമല്ലോ, അല്ലെ? നമ്മളല്ലല്ലോ അനുഭവിക്കുക. അപ്പോ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അപ്പോ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളെ എന്താണ്? അപമര്യാദയുള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മളൊക്കെ മര്യാദക്കാരാണല്ലോ, എനിക്ക് നല്ല മര്യാദയുണ്ട് എന്ന് നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കണം, ഞാൻ ആരാധിക്കുന്നുണ്ടോ? കൃഷ്ണനെ ആരാധിക്കുന്നുണ്ടോ? ഭഗവാനെ ഞാൻ അറിയുന്നുണ്ടോ എന്ന് നമ്മളോട് സ്വയം ചോദിക്കണം. അതാണ് ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലാതെ ഒരാൾ വരുമ്പോൾ നമസ്തേ, ഇരിക്കൂ, ചായ കുടിക്കൂ, കാപ്പി കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ, ശരി ഈ വസ്ത്രം എടുക്കൂ, സമ്മാനങ്ങൾ നേടൂ, പോകൂ, ഇതല്ല മര്യാദ എന്ന് പറയുന്നത്. കൃഷ്ണനെ ആരാധിക്കുന്നുണ്ടോ? വർഷിപ്പ് ചെയ്യുന്നുണ്ടോ? സർവീസ് ചെയ്യുന്നുണ്ടോ? ആരാധിക്കേണ്ട സത്യത്തെ ആരാധിക്കുന്നുണ്ടോ? അത് പ്രേമ ഭക്തി പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണോ ചെയ്യുന്നത്? ഇതാണ് ആരാധന എന്ന് പറയുന്നത്. ഇതാണ് മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ തോന്നിയ പോലെയുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നതല്ല ആരാധന. അത് അപമര്യാദയാണ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, മര്യാദയോടെയും ജീവിക്കാം, അപമര്യാദയോടെയും ജീവിക്കാൻ പറ്റും. എന്നിട്ടോ പക്ഷേ ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവന് ശിക്ഷയേൽക്കാതെ വയ്യ. ഭഗവാന്റെ സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശിക്ഷ ലഭിക്കും. ജീവിതം നമ്മൾ ഇന്നെല്ലാം നന്നായി പോകുന്നു എന്ന് ചിന്തിക്കും. പെട്ടെന്നായിരിക്കും നമുക്കൊരു വലിയ പ്രശ്നം വരിക. ആ പ്രശ്നം നമുക്ക് പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകും. അപ്പം നമ്മൾ കുറെ ജ്യോത്സ്യന്റെ അടുത്തും കൃഷ്ണന്റെ അടുത്തും ഗുരുവായൂരപ്പന്റെ അടുത്തും ഓടി പാൽപ്പായസവും വെണ്ണയും കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ ഏത് വലിയ ഭൂകമ്പം വന്നാലും നമുക്ക് അതിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു മാറാനുള്ള ഒരു വഴി ഭഗവാൻ നമുക്ക് കാണിച്ചു തരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോ അങ്ങനെയുള്ള ശിക്ഷയൊന്നും ഭഗവാനോട് നമ്മൾ വാങ്ങാതിരിക്കാം. ഓരോ ജീവനും ഭഗവാന്റെ വിഭിന്നാംശങ്ങളാണ്, അല്ലെ? ഓരോ ജീവൻ എടുത്തു കഴിഞ്ഞാലും ഇപ്പോ മനുഷ്യന്റെ രൂപത്തിലിരിക്കുന്നു. അതിൽ തന്നെ പല 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 രീതികളുള്ള ആളുകളുണ്ട്. അമേരിക്കക്കാരെ പോലെയാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല. ആഫ്രിക്കക്കാരെ പോലെയാണോ ഇരിക്കുന്നത്? അല്ല. അതിൽ തന്നെ വ്യത്യസ്ത വിഭാഗത്തിലുള്ള ജനങ്ങളുണ്ട്, അല്ലെ? ഇനി മറ്റ് ജീവാത്മാക്കളെ എടുക്കുകയാണെങ്കിലോ കാക്കയുണ്ട്, കോഴിയുണ്ട്, പാമ്പുണ്ട്, പാറ്റയുണ്ട്, വഴുതാരയുണ്ട്, ചെടികളുണ്ട്. പല 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 വ്യത്യസ്തമായിരിക്കുന്ന വിഭിന്ന അംശങ്ങളാണ് ഭഗവാന്റെ ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. സ്വരൂപേണ ഓരോ ജീവനും ഭഗവത് സേവനത്തിന് ബാധ്യസ്ഥനാണ്, അല്ലെ? സ്വരൂപേണ ഓരോ ജീവനും. അപ്പോ നമ്മൾ പറയും താമരപ്പൂ, അത് ഭഗവാന് കൊടുക്കാം, തുളസിപ്പൂ ഭഗവാന് കൊടുക്കാം. അപ്പൊ അങ്ങനെ 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 ഓരോ പുഷ്പങ്ങളെയും ഓരോ കാര്യങ്ങളെയും ഭഗവാന് സ്വയം സമർപ്പിതരായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാം നമ്മളിങ്ങനെ ഭഗവാന് സമർപ്പിച്ച് അപ്പൊ നമ്മളോട് ചോദിക്കും ഭഗവാന് കൊടുക്കാത്ത പൂക്കളില്ലേന്ന്. ഉണ്ട്. ആ ചെടികൾ വളർന്ന് ആ മണ്ണ് ഫലഭൂഷ്ടമാക്കി ഭഗവാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ സ്വീകരിക്കുന്ന പല പല അതായത് പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ ഭഗവാൻ എല്ലാം സ്വീകരിക്കുന്നു. ഭഗവാന് പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ, ആ പുഷ്പങ്ങൾ വളരാനുള്ള ഒരു ഭൂമിയെ തന്നെ അവര് സൃഷ്ടിക്കുന്നുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ എല്ലാ ചെടികളിൽ നിന്നും നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നുണ്ട്. അവര് നമുക്ക് നല്ല ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു. ഇനി എടുക്കാത്ത കുറെ മരങ്ങൾ വളരുന്നു. ആ മരങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നു. അങ്ങനെ എല്ലാം ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അറിഞ്ഞും അറിയാതെ നേരിട്ടും നേരിട്ടല്ലാതെയും ഒക്കെ ഭഗവത് സേവനത്തിനുതങ്ങുന്ന എല്ലാ ജീവാത്മാക്കളും ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഒന്നും ഭഗവാനുമായി കണക്ട് ആവാതില്ല. എല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭഗവാനിലേക്ക് കണക്ട് ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഭഗവത് സേവനത്തിന് സർവവും ബാധ്യസ്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കടമ നിറവേറ്റാതിരുന്നാൽ അധപതനം നിശ്ചയമാണ്.
അപ്പൊ ഭഗവാനോടുള്ള ഒരു കടമ നമ്മൾ നിറവേറ്റാതിരുന്നു കഴിഞ്ഞാൽ അധപ്പതനം ഉറപ്പായിട്ടും അധപ്പതിച്ചു പോകും. ഒരു സംശയവും, ഒരു അഡ്രസ് ഇല്ലാത്ത പോലെ നമ്മളായിപ്പോവും. എന്നിട്ട് നമ്മൾ വീണ്ടും ജനിച്ച് ഭഗവാനെ തിരിച്ചറിയും. അപ്പൊ എന്തിനാ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോണത്? ഇപ്പോഴേ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സേവനം ചെയ്താൽ പോരെ. പണ്ട് കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ ആ രാജാവ് ആരാ? ഞാനും ഈ രാജ്യത്തെ മനുഷ്യനല്ലേ എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരെന്താ ചെയ്യുന്നത്? രാജാവിനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, രാജകൽപ്പന അനുസരിക്കുന്നു, ഇല്ലേ? അത് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ടോ? ഒരിക്കലും മുന്നോട്ട് പോണില്ല. അപ്പോ രാജാവിനെ എങ്ങനെയാണോ ആ ജനത അനുസരിച്ചത്, അതേപോലെ നമ്മുടെ രാജാവാകുന്ന ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കാൻ പഠിക്കണം. നമ്മൾ ആ ഭഗവാനെ ഉൾക്കൊള്ളാൻ പഠിക്കണം. ഇല്ലെങ്കിൽ അധപ്പതനം നിശ്ചയമാണ്. ഭാഗവതത്തിൽ 11-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? യ ഏഷാം പുരുഷാം സാക്ഷാത് തമപ്രഭവമീശ്വരം ന ഭജ്യന്തി വചനാന്തി സ്ഥാനാത് ഭ്രഷ്ടാപന്യത എന്ന് പറയുന്നുണ്ട്. എന്താണ്? സർവജീവജാലങ്ങളുടെയും പ്രഭവസ്ഥാനമായിരിക്കുന്ന ആദിപുരുഷനെ സേവിക്കാതെയും അദ്ദേഹത്തോടുള്ള കടമയെ അവഗണിക്കുകയും ചെയ്യുന്നവൻ തന്റെ മൂലസ്വരൂപത്തിൽ നിന്ന് ഭ്രഷ്ടനാകുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാ പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്ന സത്യത്തിന്റെ പൂർണ്ണ രൂപമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ആ ഭാഗവതത്തിൽ എന്താ പറയുന്നത്? സർവ ജീവജാലങ്ങളുടെയും പ്രഭവസ്ഥാനമായിരിക്കുന്ന, എല്ലാ ജീവജാലങ്ങളുടെയും തുടക്കസ്ഥാനമായിരിക്കുന്ന ആദിപുരുഷനെ സേവിക്കാതെയും, ആദിപുരുഷൻ ആരാണ്? സാക്ഷാൽ ഭഗവാനെ സേവിക്കാതെയും അദ്ദേഹത്തോടുള്ള നമ്മുടെ കടമ നിറവേറ്റാതെയും ഇരുന്നാൽ, അവഗണിക്കുകയും ചെയ്താൽ തന്റെ മൂലസ്വരൂപത്തിൽ നിന്ന് ഭ്രഷ്ടനായി പോവും. ഭഗവാനിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തു വരുന്നിട്ട് ഭഗവാൻ ശിക്ഷിക്കും ചെയ്യും. ഉറപ്പാണ്. കാരണം എന്താ? ഭഗവാൻ ആരാ ശിക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും അമ്മയും ആരാന്ന് ചോദിക്കുന്നതിന് തുല്യമായി പോയി, അല്ലെ? നമുക്കൊരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാ എന്നോട് സംസാരിക്കാൻ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വിവരമില്ലാത്തവർ ചോദിക്കും, നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവരുണ്ടായിട്ടാണ് നമ്മളുണ്ടായത്. അതേപോലെ ഇവിടെ ഭഗവാൻ ഉണ്ടായിട്ടാണ് നമ്മളുണ്ടായത്. അപ്പൊ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റതയും നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഭഗവാന്റെ താഴെയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അവഗണിക്കരുത്, അനുസരിക്കാതെ ഇരിക്കരുത്. ഈ ശ്ലോകത്തിലും ഭജന്തി എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ എന്താണ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവത് വിഷയത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഭജന്തി, വർഷിപ്പ്, മനസ്സിലായില്ലേ? സേവനം. വർഷിപ്പ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ദേവന്മാരെയോ സാധാരണ മനുഷ്യരെയോ ഒക്കെ സംബന്ധിച്ച് ഉപയോഗിക്കാറുണ്ട്, അല്ലെ? നമ്മൾ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ്, സേവനം. അത് നമ്മൾ മനുഷ്യന്മാർക്കും ചെയ്തു കൊടുക്കാറുണ്ട്, ദേവന്മാർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയോ അവജാനന്തി എന്ന് പറയുന്ന പദം, അവജാനന്തി ഇവിടെ പറയുന്നത് ഭജന്ത്യാവജാനന്തി എന്ന് പറയുന്നുണ്ട്. യാ ഏഷാം പുരുഷം സാക്ഷാത്തമ പ്രഭവമീശ്വരം ന ഭജന്ത്യാവജാനന്തി സ്ഥാനാത് ഭ്രഷ്ടാ പതിന്തത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവജാനന്തി എന്ന് പറയുന്ന ആ വാക്ക് എന്താണ്? ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഭാഗവതത്തിലെ ശ്ലോകമാണ് നമ്മൾ പറയുന്നത്. ഇനി ഗീതയിലെ ശ്ലോകത്തിലേക്ക് വരുമ്പോഴും ആ ഏത് വാക്കുണ്ട്? അവജാനന്തി എന്ന് പറയുന്ന വാക്കുണ്ട്. അവജാനന്തിമാം മൂഢ എന്ന് പറഞ്ഞാൽ എന്താ? മൂഢന്മാർ മാത്രമേ കൃഷ്ണനെ അവഗണിക്കുകയുള്ളൂ. കൃഷ്ണനെ ആരാണോ അവഗണിക്കുന്നത് അവരാരാണ്? മൂഢന്മാരാണ്, വിവരമില്ലാത്തവരാണ്. അവജാനന്തിമാം മൂഢ, ഭഗവാനെ അവഗണിക്കുന്നവരെ നമുക്ക് മൂഢന്മാരെന്ന് വിളിക്കാൻ സാധിക്കും. അത്തരം മൂഢന്മാരാണ് കൃഷ്ണങ്കൽ സേവനഭാവം ഉൾക്കൊള്ളാതെ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുന്നത്. ഭഗവാന്റെ സേവനം ചെയ്യാതെ ഭഗവത്ഗീതയ്ക്ക് ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഈ മൂഢന്മാര്. ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വാക്കുകളാണ്. ആ വാക്കുകൾക്ക് തെറ്റായ അർത്ഥങ്ങൾ കാണാൻ പോകുന്നവരാണ് ആര്? ഈ മൂഢന്മാരെന്ന് പറയുന്നത്. തന്മൂലം അവർക്ക് ഭജന്തി, വർഷിപ്പ് എന്ന വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഭജന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീതയിലും ഭാഗവതത്തിലും കൃഷ്ണന് വേണ്ടി മാത്രം, മനസ്സിലായില്ലേ? വർഷിപ്പ് എന്ന് പറയുന്ന വാക്കിലേക്ക് വരുമ്പോഴേക്ക് എവിടെ എത്തിപ്പോയി? മനുഷ്യർക്കും കിട്ടുന്നുണ്ട്, ദേവന്മാർക്കും കിട്ടുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല, ഈ മൂഢന്മാർക്ക് സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തരം യോഗാചര്യങ്ങളുടെയും ഉച്ചകോടി ഭക്തിയോഗമാണ്. മനസ്സിലായോ? എല്ലാത്തരം യോഗങ്ങളുടെയും ഉച്ചകോടി എന്ന് പറയുന്നത് എന്താണ്? വർഷിപ്പ്, ഭക്തി യോഗമാണ്. അതിലേക്കുള്ള വഴികൾ അത്രയും മറ്റ് യോഗങ്ങൾ. അപ്പൊ ഭക്തിയോഗത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്.
മനസ്സിലാവുന്നത്. ഭക്തിയോഗത്തിലേക്ക് നമ്മൾ എത്തണം. അതാണ് എന്ത്, അതിലേക്കുള്ള വഴിയാണ്, ഭക്തിയോഗത്തിലേക്കുള്ള വഴിയേക്കാണ് നമ്മൾ എത്തേണ്ടത്. യോഗം എന്നത് വാസ്തവത്തിൽ ഭക്തിയോഗം തന്നെയാണ്. യോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം മാത്രമാണ് യോഗം എന്ന് പറയുന്നത്. ബാക്കി ഒരുപാട് യോഗങ്ങൾ ഉണ്ടെങ്കിലും ഭക്തിയോഗമാണ് ഏറ്റവും ഉയർന്ന യോഗം. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മറ്റ് യോഗങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോഗത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? സമുദ്രം ഉണ്ടാവുന്നു, സമുദ്രത്തിലേക്ക് മറ്റ് നദികൾ എത്തിച്ചേരുന്നു. ഇവിടെ സമുദ്രമാണ് വലുത്, മറ്റു നദികളല്ല വലുതായി കണക്കാക്കപ്പെടുന്നത്. സമസ്തവും എവിടെ എത്തുന്നു? സമുദ്രത്തിലെത്തുന്നു. അതേപോലെ എല്ലാ യോഗങ്ങളും എവിടെ എത്തിക്കുന്നു? ഭക്തിയോഗത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. കർമ്മയോഗത്തിന്റെ തുടക്കം മുതൽ ഭക്തിയോഗത്തിന്റെ അവസാനം വരെ യോഗങ്ങൾ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. കർമ്മയോഗം തുടങ്ങിയിട്ട് ഭക്തിയോഗം വരെ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എന്റെ എവിടെ എത്തുന്നു? ഭക്തിയോഗത്തിലെത്തുന്നു. പല 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 വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ അവസാനം ഏത് യോഗത്തിലെത്തും? ഭക്തിയോഗത്തിലെത്തും. ഭക്തിയോഗത്തിലെത്തുമ്പോ ഭഗവാനിൽ നിന്ന് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഐ നെവർ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ലോർഡ് കൃഷ്ണ. നമ്മളൊന്നും ഭഗവാനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്കൊന്നും വേണ്ട ഭഗവാനിൽ നിന്ന്. കാരണം എന്താ? ഭഗവാൻ മതി, അത് കംപ്ലീറ്റ് ആണ്. ആ ഭഗവാനെ നമുക്ക് കിട്ടുകയാണ്. പിന്നെ നമ്മൾ എന്തിനു മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം? ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഭക്തിയോഗത്തിലാണ്. നമ്മൾ ഒരുപാട് ദേവന്മാരെ ആരാധിച്ചും പൂജിച്ചും പല 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 ക്ഷേത്രങ്ങളിലൂടെ പോയും ഒരുപാട് സത്സംഗങ്ങൾ കണ്ടും ഒരുപാട് ആരാധന ചെയ്തും അന്നദാനങ്ങൾ ചെയ്തും അന്നദാനങ്ങൾ സ്വീകരിച്ചും ഭജനയിരുന്നും ഒരുപാട് ക്ഷേത്രങ്ങളിലൂടെ പോയി അവസാനം നമ്മൾ കൃഷ്ണനെ തിരിച്ചറിയുന്നു, അല്ലെ? കൃഷ്ണനിൽ എത്തുന്നു. അവിടെ നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നു. ഇതാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മയോഗത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഭക്തിയോഗത്തിലെത്തുകയാണ്, അല്ലെ? ആദ്യമൊക്കെ പലതും പ്രതീക്ഷിച്ച് വരും. അവസാനം ഭക്തിയോഗത്തിലെത്തിയാൽ പിന്നെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. കർമ്മയോഗിയിൽ ജ്ഞാനവും ത്യാഗനിഷ്ഠയും വളരുന്ന സ്ഥിതി അത്രേ ജ്ഞാനയോഗം. അതായത് കർമ്മയോഗിയിൽ, കർമ്മം ചെയ്യുന്ന യോഗിയിൽ എന്താണ് ഉണ്ടാവുന്നത്? ജ്ഞാനം, അതുപോലെ ത്യാഗനിഷ്ഠ, ഇതൊക്കെ വളരും. കുറേ കർമ്മയോഗിയില് ജ്ഞാനം വരും, അതുപോലെ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ത്യാഗം വരും. ഇതിനെല്ലാം നമ്മൾ എന്ത് പറയും? ജ്ഞാനയോഗം എന്ന് പറയും. ജ്ഞാനയോഗി ഒരുപാട് ശാരീരിക പ്രക്രിയകൾ കൊണ്ട് പരമധ്യാനത്തെ വളർത്തിയെടുക്കും. കുറെ നേരം ഇരിക്കും, നിൽക്കും, നടക്കും, ഉറങ്ങും, അതൊക്കെ ചെയ്താലും കൃഷ്ണൻ 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 എന്ന് പറയുന്ന നാമം മാത്രം, ആ നാമത്തിൽ നിന്ന് പുറത്തു വരാതെ അത് വളർത്തിയെടുക്കും. പരമാത്മ ധ്യാനത്തെ വളർത്തിയെടുത്ത് മനസ്സ് എന്ത് ചെയ്യും? പരമാത്മാവിൽ ഉറപ്പിച്ചങ്ങ് നിർത്തും. ഇതിനെയാണ് നമ്മൾ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നമ്മൾ നിർത്തും. ശരീരം, മനസ്സ്, ചിന്ത, വാക്ക്, പ്രവൃത്തി, കർമ്മം എല്ലാം ഉറപ്പിച്ച് നിർത്തും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? അഷ്ടാംഗ യോഗം എന്ന് പറയും. അതിനപ്പുറം കടന്നിട്ട്, അഷ്ടാംഗ യോഗത്തിന്റെയും അപ്പുറം കടന്ന് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനിൽ എത്തിച്ചേരുന്നതാണ് എന്ത്? ഭക്തിയോഗം. ഇതെല്ലാം കടന്ന് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? ഭക്തിയോഗമായി. വാസ്തവത്തില് അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും പരമമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. നീ എന്തിനാണ് ജീവിക്കുന്നത്? ഭക്തിയോഗത്തിലേക്ക് എത്താൻ. സിമ്പിൾ ആൻസർ ആണ്. എന്താടാ ഭക്തിയോഗം? അത് ഒരുപാട് യോഗങ്ങളുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം ഒക്കെ കടന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പരമാത്മാവായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന കൃഷ്ണനിൽ എന്റെ മനസ്സും വാക്കും ചിന്തയും പ്രവൃത്തിയും ഇന്ദ്രിയങ്ങളെയും എല്ലാം സമർപ്പണം ചെയ്ത് സേവനത്തിന് വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുന്ന, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള അവസ്ഥയെ ഞാൻ ഭക്തിയോഗം എന്ന് പറയുന്നു. അതിന്റെ തൊട്ടു മുമ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്തായി? അഷ്ടാംഗയോഗം എന്ന് പറയും. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിനെ സൂക്ഷ്മ വിശകലനം ചെയ്യാമെങ്കിൽ, ഇതിനെ കുറച്ചും കൂടി നമ്മൾ അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാമെങ്കിൽ മറ്റു യോഗങ്ങളും അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? മറ്റു യോഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് ഒരു ചോറും ഒരു സാമ്പാറും ഒരു അവിയലും വെച്ച് അച്ചാറും വെച്ച് പപ്പടം വെച്ചാൽ സദ്യയാവില്ല. ബാക്കി കൂട്ടുകളും കൂടി കൂടിക്കഴിഞ്ഞാൽ എന്തായി? സദ്യയായി. അതേപോലെ മറ്റ് യോഗങ്ങളും കൂടി ചേർന്നാലാണ് നമ്മൾ എന്തിലെത്തുന്നത്? ഭക്തിയോഗത്തിൽ എത്തുന്നത്. ഭക്തിയോഗത്തിൽ എത്തുന്നതിനേക്കാളും മുമ്പേ അഷ്ടാംഗ യോഗം വരെ എത്തുന്നുണ്ട്. അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണ സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാനിലേക്ക് സമ്പൂർണമായി നമ്മൾ സമർപ്പിക്കപ്പെടുകയാണ്. ഒന്നും ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിക്കാതെ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃഷ്ണനാണ് പരമസത്യം എന്ന് മനസ്സിലാക്കി ആ ഒരു പരമ ദിവ്യോത്തമ പുരുഷനെ, അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ സമർപ്പിച്ച്
സ്ഥാനം കൊടുത്ത് ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ച് ഒരു ഗോസ്വാമി പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായി? ഭക്തിയോഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ പുരോഗമിക്കുന്ന ഒരു യോഗി, അങ്ങനെ എത്തുന്ന ഒരു യോഗി എന്ന് പറഞ്ഞാൽ ശാശ്വത സൗഭാഗ്യത്തിന്റെ ശരിയായ മാർഗത്തിലേക്ക് എത്തിച്ചേരും. അല്ലാണ്ട് കുറെ പണം ഉണ്ടാക്കി വെച്ചിട്ടോ കുറെ പേരും പ്രശസ്തിയും സുഖസൗകര്യങ്ങളിലും ജീവിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു ശാശ്വതമായ ജീവിതം കിട്ടില്ല. ബാങ്കിൽ ഒരു 5 കോടി രൂപ ഇരുന്നാൽ എനിക്ക് മനസ്സമാധാനമായി എന്ന് പറയും. ഒരിക്കലും മാറാത്ത മരുന്ന് കണ്ടുപിടിക്കാത്ത ഒരു അസുഖം വന്നാൽ ഈ 5 കോടി രൂപ എന്തിനു പറ്റി? ആലോചിച്ച് നോക്കിക്കേ. നല്ല വീടും കുറെ സ്വർണവും പണവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂരൽമേട്. പക്ഷെ ഒന്നും ഇല്ലാണ്ടായിപ്പോയി അവസാനം, അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു. സമാധാനത്തോടു കൂടി മക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് സ്വസ്ഥമായി ഇരിക്കാം, നല്ല വീടായി, കടങ്ങളെല്ലാം തീർന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ശരീരവും ഇല്ല, ജീവനും ഇല്ല, ജീവിതവും ഇല്ല, വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്ത് ശാശ്വത സുഖം? ആലോചിച്ച് നോക്കൂ. ഇതൊന്നുമില്ല എങ്കിൽ ഏതു ക്ഷേത്രത്തിൽ ചെന്നാലും ആദ്യം നാവിൽ വരുന്ന ഹരേ കൃഷ്ണ എന്നാണ്. അത് തന്നെ ഭഗവാനോടുള്ള ഒരു ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നാമം പറയാൻ സാധിക്കുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. ചില ആൾക്കാരെന്നല്ല, അത്ര പെട്ടെന്നുള്ള ആളുകൾക്കൊന്നും അദ്ദേഹത്തിന്റെ നാമം പറയാൻ കഴിയില്ല. മനസ്സിലായില്ല? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പറയാൻ കഴിയില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നമ്മുടെ നാവിൽ നിന്ന് പെട്ടെന്നൊന്നും ഉയർന്നു വരില്ല. അത് ഭഗവാനുമായി അത്രയും വലിയൊരു ആത്മബന്ധമുള്ള വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ആരെന്ത് പറഞ്ഞാലും ഹരേ കൃഷ്ണ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഏറ്റവും വലിയ അനുഗ്രഹമാണത്. മനസ്സിലായില്ലേ? അപ്പോ ശാശ്വതമായിരിക്കുന്ന ഒരു സൗഭാഗ്യത്തിന്റെ ശരിയായ മാർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മള് കർമ്മയോഗവും ജ്ഞാനയോഗവും അഷ്ടാംഗയോഗവും എല്ലാ യോഗങ്ങളും കഴിഞ്ഞ് ഭക്തിയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നേറാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. കുറെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോ കുറെയൊക്കെ പഠിച്ചു, വലിയ നിലയിലൊക്കെ, ഇനിയിപ്പോ എല്ലാവരും വന്ന് എന്റെ കാലിലൊക്കെ നമസ്കരിച്ചോളൂ, ഞാനൊരു വലിയ സംഭവമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മയോഗിയായി. കാരണം പരിമിതമായ അറിവുകളാൽ അഹങ്കരിക്കുന്നവനെ നമുക്ക് കർമ്മയോഗി എന്ന് വിളിക്കാൻ പറ്റും. ജ്ഞാനയോഗി എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല, ഭക്തിയോഗി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? മനുഷ്യന്റെ അവസ്ഥ അതാണ്. കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി മതി, ഗൾഫിലൊക്കെ പോയി കുറച്ച് ഒരു വീടായി, മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, മതി ചേട്ടാ ഇങ്ങ് പോരെ എന്ന് പറയും. പക്ഷേ നമ്മുടെ കർമ്മത്തെ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. നമ്മൾ എപ്പോഴും ജീവിതത്തിന്റെ പൂർണ്ണതയെ നമ്മൾ മനസ്സിലാക്കണം. ആ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാണ്. ഇവിടെ കർമ്മയോഗത്തിലേക്കും ജ്ഞാനയോഗത്തിലേക്കും അഷ്ടാംഗ യോഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു മാലയൊക്കെ ഇട്ട് ദൈവമായിട്ട് അങ്ങ് ഇരുത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുത്തു കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചിട്ട് നേരെ പൂജിക്കുകയാണ്. ഇതൊന്നുമല്ല. പൂജിക്കേണ്ടത്, ആരാധിക്കപ്പെടേണ്ടത് കൃഷ്ണനാണ് എന്ന പരമമായ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. മനസ്സിലായില്ലേ? അങ്ങനെ ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചാൽ എന്ത്, ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. മനസ്സിലായില്ലേ? എന്തുണ്ടെങ്കിലും ഓക്കെ, എന്തില്ലെങ്കിലും ഓക്കെ. അപ്പൊ ഞാനൊക്കെ പറയുന്ന അങ്ങനെയാണ്. രാവിലെ ആവുന്നു, രാത്രിയാവുന്നു, ഭഗവാനെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു, കിടക്കുന്നു, എഴുന്നേക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു, വരുന്നു. അതേക്കുറിച്ച് ഇതേക്കുറിച്ചൊന്നും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഞാനൊന്നും ചിന്തിക്കില്ല. വേണ്ട, നടക്കേണ്ടത് നടക്കുന്നേ, അത് മാത്രമേ ജീവിതത്തിൽ ബാക്കിയുണ്ടാവും. ചില ആൾക്കാരെന്താ രാവിലെ ഉറങ്ങിണീറ്റ് ഒരു ചായയും വെച്ച് പിന്നെ അങ്ങ് തുടങ്ങി പുരാണം വായന. അയ്യോ അത് ഇത് മറ്റേത് എനിക്ക് ഇങ്ങനത്തെ ലൈഫ് ഇഷ്ടമല്ല. സ്വസ്ഥമായി ഹാപ്പിയായി നമ്മൾ അങ്ങനെ പോവാ. ഭഗവാനുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് സമയം പോലും അറിയില്ല. അതിവിടെ വരുന്നവർക്കറിയാം. സമയം പോലും ഞാൻ അറിയില്ല. അങ്ങനെ ജീവിക്കും. സമയം എന്തിനറിയാൻ നിൽക്കണം? നമ്മളൊരു സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടോ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട്? ഒരിക്കലും ഇല്ല. സമയം പോലും ഞാൻ അറിയുന്നില്ല. ആവേണ്ടതെല്ലാം ആവും. വിശപ്പ് പോലും നമ്മൾ അറിയുന്നില്ല. ഭഗവാനെ അങ്ങനെ എങ്ങനെ? ഭഗവാനുണ്ട്, നമ്മളുണ്ട്, അങ്ങനെ ജീവിക്കുന്നു. ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഏകാദശി എപ്പോ? അത് നോക്കും. ഏകാദശി എപ്പോഴാണ്? അത് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആലോചിച്ച് ഭഗവാനുമായിട്ട് അങ്ങനെ ജീവിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മയോഗത്തിലൊക്കെ എത്തിയിട്ട് പിന്നെ വലിയ സംഭവമായി എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനയോഗി അഥവാ ധ്യാനയോഗി, ജ്ഞാനയോഗിയാണ് നമ്മൾ ധ്യാനയോഗി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ രാജയോഗി, ഹഠയോഗി, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഹഠയോഗി എന്നീ പേരുകൾ കുറിക്കുന്നതൊക്കെ ഇതിനെയാണ്. മനസ്സിലായില്ലേ? ഭക്തിയോഗത്തിൽ എത്തിപ്പെടാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല. ഭാഗ്യമുണ്ടായവൻ ബാക്കി എല്ലാത്തെയും നമ്മൾ തരണം ചെയ്തിരിക്കും. കർമ്മയോഗിയായി മാറിയിട്ടുണ്ടാവും, രാജയോഗിയായി ഉണ്ടാവും, ഹഠയോഗിയായി ഉണ്ടാവും, ജ്ഞാനയോഗി ഉണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് ചെയ്ത് ഭക്തിയോഗത്തിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ നമ്മളെന്താ വിചാരിക്കുക? കുറെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാനെന്തോ വലിയ സംഭവമായിരുന്നു. ഒരിക്കലും അല്ല. നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ലെന്നേ, എത്താനും പോണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ എത്തിയിട്ടില്ല. നമുക്ക് ഒരുപാട് കടമ്പകൾ നമുക്ക് നീന്തി കടക്കാനുണ്ട്. ഒത്തിരി കടമ്പകൾ കടക്കാനുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കാനുണ്ട്. ജ്ഞാനയോഗത്തിലേക്ക് നമ്മൾ എത്താനുണ്ട്. അങ്ങനെ
ആ യോഗത്തിന്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത് കൃഷ്ണാവബോധമാണ്. കൃഷ്ണാവബോധം നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. നമ്മൾ ശ്രമിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട്, മാതാജി ഞാൻ എല്ലാ പ്രാവശ്യവും ഏകാദശി എടുക്കും, ഞാൻ ഭഗവാന്റെ വലിയൊരു ഭക്തയാണ്. ഇനി വലുത് എന്നുള്ള വേർഡ് യൂസ് ചെയ്യില്ല, ഞാൻ ഭഗവാന്റെ ഒരു ഭക്തയാണ്. ഞാനപ്പോ ചിന്തിക്കാറുണ്ട്, എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നു? ഞാൻ ഭക്തയായിട്ടുണ്ടോ? ഇല്ല. ആവോ? ഇല്ല. കാരണം അത് വലിയൊരു സംഭവമാണ്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അത് പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മള്. മനസ്സിലായില്ലേ? പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാരാണ്. ഭഗവാന്റെ ഭക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്കൊക്കെ നമുക്ക് എത്തേ ചാൻസേ ഇല്ല. അത് ഭഗവാൻ വിചാരിക്കണം, ശരി കൊടുക്കാം, എന്റെ ലിസ്റ്റിൽ അങ്ങ് പെടുത്താം എന്ന് ഭഗവാൻ ഒരു നിമിഷം ചിന്തിച്ചാൽ പിന്നെ അതിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മള് ആ ഭക്തി യോഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആ കൃഷ്ണാവബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഹിമാലയൻ എന്ന് പറയുമ്പോൾ ലോക മഹാപർവ്വതങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ഹിമാലയം എന്ന് പറയുമ്പോൾ ലോക മഹാപർവ്വതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉത്തങ്ക ശൃംഖം, എവറസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പൊ കൃഷ്ണാവബോധം എന്നൊക്കെ പറയാൻ ഇതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ്. കോടി ജന്മങ്ങൾ മതിയാവില്ല കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഒരു വാക്കിനെ ഉച്ചരിക്കാൻ. പക്ഷെ നമ്മളത് വളരെ നിസാരമായി പറഞ്ഞു പോവാണ്. കൃഷ്ണാവബോധം, കൃഷ്ണ കോൺഷ്യസ്നസ് എത്ര സ്റ്റൈലായിട്ട് പറയാൻ സാധിക്കുന്നു, ഇല്ലേ? പക്ഷെ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലോ, നമുക്ക് വാക്കുകൾ മതിയാവില്ല പറയാൻ, ചിന്തകൾ മതിയാവില്ല ചിന്തിക്കാൻ, ജന്മങ്ങൾ മതിയാവില്ല മനസ്സിലാക്കാൻ. അതാണ് കൃഷ്ണാവബോധം. വൈദിക നിർദ്ദേശം പറയുന്നത് അനുസരിച്ച് ഉന്നത സ്ഥിതി, ഒരു ഉയർന്ന സ്ഥിതിക്കായിട്ട് പ്രാപിക്കാൻ വേണ്ടി ഒരാൾ ഭക്തിയോഗത്തിന്റെ വഴിയിലൂടെ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരുന്നത് ഭാഗ്യവിശേഷം കൊണ്ട് മാത്രമാണ്. എന്തൊക്കെ പണി 18 നോക്കിയിട്ടും കാര്യമില്ല, ഭാഗ്യവിശേഷമുണ്ട്. ഭഗവാൻ ചിന്തിക്കണം, അത്രയും ജന്മങ്ങളൊക്കെ ആയില്ലേ, പാവം കുറെ കാലങ്ങളായി കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് നമ്മുടെ നാമം ഉച്ചരിക്കുന്നു, വന്നോളൂ. അപ്പോ ശരി, അംബികാരാഘവ മേനോൻ, രേണു മഹേന്ദ്രൻ, സന്ധ്യ ബിന്നി, വരൂ കൃഷ്ണാവബോധത്തിലേക്ക് അങ്ങ് ഇരുന്നോളൂ, എന്റെ വലിയ ഭക്തനാണ് എന്നങ്ങ് ഞാൻ പറയാൻ പോവാണ്, അറിയിക്കുകയാണെന്ന് പറയാം. ഭഗവാൻ തന്നെ അത് അറിയിച്ചു തരും, ഭഗവാന്റെ ഭക്തനാണ്. നമ്മൾ ആരോടും പാടി അടക്കണ്ട, ഞാൻ ഭഗവാന്റെ ഭക്തയാണ് എന്ന് നമ്മൾ ആരോടും പാടണ്ട. ഓട്ടോമാറ്റിക്കലി ഭഗവാൻ പല നാവുകൾ കൊണ്ട് ഭഗവാൻ തന്നെ പാടിക്കും അതെന്റെ ഭക്തനാണെന്ന്. നമ്മൾ പറയേണ്ട കാര്യമില്ല, നമുക്ക് അതിനുള്ള അർഹതയില്ല, യോഗ്യതയില്ല. ആ ഭാഗ്യവിശേഷമാണ് നമുക്ക് വേണ്ടത്. അഴകേറിയ മേഘവർണ്ണം, മേഘത്തിന് ഭയങ്കര അഴകാണല്ലേ, മേഘവർണ്ണവും സൂര്യനെ പോലെ തേജോമയമായിരിക്കുന്ന മുഖവും, സൂര്യനേക്കാൾ തേജോമയമായിരിക്കുന്ന മുഖപത്മവും, പത്മം എന്നും കൂടി അവിടെ പറയുന്നുണ്ട് താമരപ്പൂവിന് കേട്ടോ. രത്നഭൂഷിതമായിരിക്കുന്ന വസ്ത്രങ്ങൾ, രത്നങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങളും പുഷ്പമാലയണിഞ്ഞ ശരീരവും ബ്രഹ്മജ്യോതിസ് എന്ന് വിളിക്കപ്പെടുന്ന തന്റെ പ്രഭാമണ്ഡലവും ചുറ്റും പ്രസരിച്ചു നിൽക്കുന്ന ആ ശ്യാമമൂർത്തിയെ നമ്മൾ എന്തെന്ന് പറയും? കൃഷ്ണ എന്ന് പറയും, അല്ലെ? ആ ശ്യാമമൂർത്തിയെ നമ്മൾ കൃഷ്ണ എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള കൃഷ്ണനിലാണ് ഒരാദർശ യോഗി മനസ്സിനെ ഏകാഗ്രമാക്കുന്നത്. ഭഗവാന്റെ തിരുമുഖ ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല, അത്രയും മനോഹാരിതയാണ്, വർണ്ണിക്കാനും പറ്റില്ല, അതിന് ശ്രമിച്ചിട്ടും കാര്യമില്ല. എത്ര വാക്കുകൾ കൊണ്ട് എത്ര അലറി വിളിച്ചാലും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ 7 അയലത്തേക്ക് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല. അത്രയും സൗന്ദര്യമാണ് കൃഷ്ണന്. അയ്യോ, കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ തലയാണ്, അതൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ ആ കൃഷ്ണനിലേക്കാണ് നമ്മൾ ആകർഷിക്കപ്പെടേണ്ടത്. അല്ലാണ്ട് കുറച്ച് എന്താ പറയാ, ഒരു വട്ടത്താടിയൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് നല്ല ബുൾഗാനൊക്കെ വെച്ച് ഒരു ഇച്ചിരി മുടിയൊക്കെ അങ്ങ് നീട്ടിക്കഴിഞ്ഞാൽ എന്താ ഗ്ലാമർ! പിന്നെ അയാളെ ഫോട്ടോ നോക്കി ഇരിപ്പായി, അത് സ്ക്രീൻ സേവറായി, അത് ഫേസ്ബുക്കിലായി, അതായി ഇതായി, DP ആയി, സ്റ്റാറ്റസ് ആയി. ഇതൊന്നും സൗന്ദര്യമല്ല. പരമപ്രധാനമായിരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? അഴകേറിയ മേഘവർണ്ണം. എന്തൊരു ഭംഗിയുള്ള മേഘവർണ്ണമാണ്. അതുപോലെ എന്താ, രത്നവിഭൂഷിതമായിരിക്കുന്ന വസ്ത്രങ്ങൾ, രത്നാലങ്കാരങ്ങൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ. പിന്നെ എന്താ പറയുന്നത്? പുഷ്പമാലയണിഞ്ഞ ശരീരം, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ ആ ശരീരം. ഭഗവാന്റെ ശരീരത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, അത്രയും പുഷ്പങ്ങളുടെ ഗന്ധവും ഉണ്ട് കേട്ടോ. ശരീരം മാത്രമല്ല, പുഷ്പങ്ങളെ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ആ ശരീരവും ഗന്ധവും. ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്ന ആ പ്രഭാമണ്ഡലം, ബ്രഹ്മജ്യോതിസാണ് അദ്ദേഹത്തിന്റെ പ്രഭാമണ്ഡലം. പിന്നെയോ ചുറ്റും പ്രസരിച്ചിങ്ങനെ നിൽക്കണം ആ ശ്യാമമൂർത്തി.
ആ ശ്യാമമൂർത്തിയാണ് നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുന്നത്. ആ കൃഷ്ണനെയാണ് നമ്മൾ പോയിട്ട് കിച്ചൂട്ടാന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് അല്ലേ. അതിനെയൊക്കെ ഷോർട്ടാക്കി കിച്ചുവേന്ന് വിളിച്ചാൽ ഓടി വരുന്നു. ഓമനത്തോടു കൂടി നമ്മൾ ഭഗവാനെ വിളിക്കുകയാണ്. നമ്മൾ ഒന്ന് പിണങ്ങിയാൽ നിസാരമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ പോലെ മുഖം വാടുന്ന ഒരു പരമസത്യമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിരിച്ചാൽ നമ്മൾക്കൊപ്പം ആർത്ത് ചിരിക്കുന്നവനാണ് കൃഷ്ണൻ. നമ്മൾക്കൊന്നില്ല എന്ന് തോന്നുമ്പോഴേക്കും സ്വമേധയാ ഇറങ്ങി വന്ന് ചെയ്യുന്നവനാണ് കൃഷ്ണൻ. നമ്മളൊന്ന് വിളിക്കാൻ ആഗ്രഹിക്കുമ്പോഴേക്കും വിളിപ്പുറത്തെത്തുന്നവനാണ് കൃഷ്ണൻ. ആ ശ്യാമമൂർത്തിയെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മളൊന്ന് കാണണമെന്ന് കരുതുമ്പോഴേക്കും നമ്മുടെ സ്വപ്നത്തിൽ ദർശനം നൽകുന്നവനാണ് കൃഷ്ണൻ. നമ്മളൊന്ന് കേൾക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഓടക്കുഴൽ നാദമായി വരുന്നവനാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെ, ആ ശ്യാമമൂർത്തിയെ, ആ പരമസത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അവസ്ഥയെ നമ്മൾ ഭക്തിയോഗം അഥവാ കൃഷ്ണാവബോധം എന്ന് വിളിക്കുന്നു. ആ കൃഷ്ണാവബോധത്തിൽ ഒരു യോഗി മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നു. അവിടുന്ന് രാമൻ, നൃസിംഹം, വരാഹം, പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ, പരശുരാമൻ, അങ്ങനെ 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 ഒരുപാട് രീതിയിൽ രൂപത്തിൽ അദ്ദേഹം അവതരിക്കുന്നുണ്ട്. യശോദാ മാതാവിന്റെ മകനായിട്ട് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ അല്ലേ. കൃഷ്ണൻ, ഗോവിന്ദൻ, വാസുദേവൻ, അങ്ങനെ 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 ഒരുപാട് പേരുകളിലേക്ക് അദ്ദേഹം വന്നു. പുത്രൻ, ഭർത്താവ്, സുഹൃത്ത്, പ്രഭു, എന്തെല്ലാം നിലയ്ക്ക് അദ്ദേഹം സമ്പൂർണമായി വന്നിരിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ദിവ്യ ഗുണങ്ങളും അദ്ദേഹത്തിൽ തികഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്നിനും കുറവില്ല അദ്ദേഹത്തിൽ. സർവ്വ ഐശ്വര്യങ്ങളും പൂർണ്ണതയിലേക്കാണ് കൃഷ്ണനിലേക്ക് എത്തുന്നത്. പിന്നെയോ ഭഗവാന്റെ ഈ സവിശേഷതകളെയെല്ലാം പൂർണ്ണാവബോധമുള്ള ഒരാളെ ഉത്കൃഷ്ട യോഗി എന്ന് വിളിക്കാം. ഭഗവാന്റെ ഈ സവിശേഷതകളെ കുറിച്ചെല്ലാം നല്ല ബോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ വ്യക്തിയെ നമുക്ക് ഉത്കൃഷ്ട യോഗി എന്ന് വിളിക്കാൻ സാധിക്കും. അല്ലാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭഗവാന്റെ കുറെ വാക്കുകളും പേരുകളും മന്ത്രങ്ങളും മാത്രം പറഞ്ഞ് കുറച്ച് സംസ്കൃതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ആരാവില്ല? ഉത്കൃഷ്ട യോഗി ആവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉത്കൃഷ്ട യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സമ്പൂർണ്ണ സവിശേഷതയെക്കുറിച്ച് വ്യക്തമായ നിലപാടും വ്യക്തമായ അറിവുമുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് ഉത്കൃഷ്ട യോഗി എന്ന് വിളിക്കാൻ സാധിക്കും. പിന്നെയോ യോഗത്തിന്റെ ഈ ഉത്കൃഷ്ട ഭക്തിയോഗത്തിൽ എത്തുമ്പോൾ ഭക്തിയോഗത്തിലേക്ക് മാത്രമേ കൈവരാൻ സാധിക്കൂ. ഭക്തിയോഗത്തിലൂടേക്ക് മാത്രമാണ് നമുക്ക് എന്താ സാധിക്കുന്നത്? ഭഗവാനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭഗവാനെ നമുക്ക് ഒരു നേരമെങ്കിലും കാണാതിരിക്കാൻ പറ്റില്ല അല്ലെ. ഒരു നേരമെങ്കിലും ആ പരമസത്യത്തെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നാണ് വൈദിക സാഹിത്യ കൃതികളിലൂടെ, ഭക്തിയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ, അഷ്ടാംഗ യോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യസ്യ ദേവ പരാഭക്തിർ യഥാ ദേവ തഥാ ഗൗരോ തസ്യതേ കതിതാദ്യതേ പ്രകാശന്തേ മഹാത്മനഃ എന്നാ പറയുന്നത്. ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും തികഞ്ഞ ഭക്തിയുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ എന്താ പറയുന്നത്? ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും തികഞ്ഞ ഭക്തിയുള്ളവർക്ക് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റൂ. വേദവിജ്ഞാനത്തിന്റെ ഉൾപ്പൊരുളുകളെല്ലാം അനായാസേന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും തികഞ്ഞ ഭക്തി ഉണ്ടാവണം. തികഞ്ഞ ഭക്തിയും തികഞ്ഞ സ്നേഹവും നമുക്കുണ്ടാവണം. ഇത് ശ്വേതാശ്വരോപനിഷത്തിലാണ് പറയുന്നത്. ഭക്തിരസ്യഭജനം തദത് ഇദാ ഇഹാമുത്രേ പധാനൈര്യ സേനാശുമിഷ്മിൻ മനം കൽപ്പനം ഏതദേവൈന നൈഷ്കർമ്മ്യം എന്ന് പറയുന്നുണ്ട്. ഐഹികമോ പാരതന്ത്രികമോ ആയ ഭൗതിക ഇച്ഛകൾ, ഭൗതിക ലോകത്തിന്റെ ഭൗതിക നേട്ടത്തിന്റെ ഇച്ഛകൾ ഒന്നുമില്ലാത്ത ഭഗവത് സേവനമാണ് ഭക്തി. അല്ലാണ്ട് നമുക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഭക്തിയോട് അടുക്കരുത്. ഒന്നും വേണ്ട, ഭഗവാനോട് ഒന്നും വേണ്ട. അദ്ദേഹം തരേണ്ട സമയമാകുമ്പോൾ കൃത്യമായിട്ട് തരേണ്ടത് തരും. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഐഹികമായിരിക്കുന്ന അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന ഒരു ലോകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ലോഭവാസനകളെല്ലാം മാറ്റിക്കൊണ്ട് പരമ തത്വത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നൈഷ്കർമ്മ്യത്തിന്റെ ഒരു ഉദ്ദേശം അതായി. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഗോപാലധാപോപനിഷത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ ഭക്തി പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. യോഗ ഭക്തിയുടെ പരിപൂർണത നേടാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നും ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ആ സത്യത്തെ, ആ പരമപുരുഷനെ, ആ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനെ നമ്മൾ അഷ്ടാംഗ യോഗം കഴിഞ്ഞിട്ടുള്ള ഭക്തിയോഗത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ലോഭങ്ങളും ഈ ഭൗതിക ഇച്ഛകളും എല്ലാം വിട്ടിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ട് കൃഷ്ണ അങ്ങ് എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കും. ധ്യാനയോഗം എന്ന് പറയുന്ന നമ്മൾ അങ്ങനെ നമ്മുടെ 6-ാമത്തെ അധ്യായം കഴിഞ്ഞു. 7-ാമത്തെ അധ്യായം സങ്കടം വരാൻ പാടില്ല. നമ്മൾ ഭഗവാനെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യവും കൃപയും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വൈകാതെ 7-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഇന്നല്ല കേട്ടോ, വിജ്ഞാന യോഗത്തിലേക്ക് നാളെ എടുക്കാം. ഓക്കെ, അപ്പോൾ രാത്രി നമുക്ക് മഹാഭാരതം ക്ലാസ്സിലൂടെ കാണാം. മഹാഭാരതം ഏതാണ്ട് കഴിയാറായി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഗർഗഭാഗവതം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിൽ നമ്മുടെ ഇത് കഴിഞ്ഞു അല്ലേ, ഹനുമച്ചരിതം കഴിഞ്ഞു. അങ്ങനെ ഇവിടെ കുറേ ഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ട്, നമുക്ക് സമയം പോലെ ഓരോന്നായിട്ട് എടുക്കാം. ഓക്കെ, ഗുരുവായൂർ അമ്പലനടയിലാണ് മനസ്സ്, സൂപ്പർ സോങ് ഗ്രൂപ്പിലിടും, പിന്നെ ഗാനമഞ്ജരിയിലൂടെ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. മോനപ്പൻ പ്രഭു തമിഴൊക്കെ എഴുതി കൂട്ടുന്നുണ്ട്, പറയാൻ മാത്രമേ അറിയൂ, വായിക്കാറിയില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ, എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. हरे कृष्णा, सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा पवन प्रेषण की जय. हरे कृष्णा, नमस्ते, ओम श्री मात्रे नमः.